ശ്രീവാസാദി ഗരുത്വന്താം ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നരസിംഹം വിഷ്ണം ഭദ്രം മൃത്യോമൃത്യം നമാമിഹം. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നരസിംഹം വിഷ്ണം ഭദ്രം മൃത്യോമൃത്യം നമാമിഹം. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നരസിംഹം വിഷ്ണം ഭദ്രം മൃത്യോമൃത്യം നമാമിഹം. ജയ് നരസിംഹ ശ്രീ നരസിംഹ. ജയ് ജയ നരസിംഹ. ജയ് പ്രഹ്ലാദേശ. जय पद्ममुख मुख पद्मभृंगा भक्ति विनाश नरसिंह भगवान की जय. भक्त प्रहलाद महाराज की जय. गुरुदेव महाराज की जय. शिला प्रभुपाद की जय. गर्भमानंदे हरि हरि बोल. हरे कृष्ण. सर्वं കൃഷ്ണാർപ്പണമസ്തു. പ്രേമവൃന്ദാവനത്തിലെ ഈ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ ലൈല മാതാജി, ഹരേ കൃഷ്ണ രാധിക മാതാജി, ഹരേ കൃഷ്ണ ശാന്തകുമാരി മാതാജി, हरे कृष्णा माधवी राधा माताजी, हरे कृष्णा भारती माताजी, हरे कृष्णा सुजना माताजी, हरे हरे कृष्णा कुमारी माताजी, हरे कृष्णा पद्मा माताजी, हरे कृष्णा शोभना माताजी, हरे कृष्णा सदी माताजी, हरे कृष्णा विलसी माताजी, हरे कृष्णा രാധാ. कृष्ण प्रभु എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. हरे कृष्ण ഹരേ കൃഷ്ണ. ഞാൻ ഇന്ന് എന്തോ ശൂന്യതയിലാണ്. ജീവനുള്ള ആരെയും കാണുന്നില്ല ഇവിടെ. എനിക്കറിയില്ല. എല്ലാവരും മായ ലോകത്തിരിക്കുകയാണ്, മായയുടെ മറവില്. ഹരേ കൃഷ്ണ. നല്ല സുഖമായിരിക്കും ഇങ്ങനെ ക്ലാസ് എടുക്കാൻ അല്ലേ. കാര്യം രതിദേവി മാതാജി ഉണ്ടെങ്കിൽ എപ്പോഴും മാതാജി എങ്കിലും അറ്റ്ലീസ്റ്റ് ഇങ്ങനെ കാണാം എപ്പോഴും വീഡിയോ ഓൺ ചെയ്തിട്ട്. ഹരേ കൃഷ്ണ. സതി മാതാജി, ഹരേ കൃഷ്ണ. ഇടയ്ക്കൊന്നും കാണാറില്ല മാതാജിയെ. എവിടെ ആയിരുന്നു മാതാജി? പ്രഭുവിന്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് കേട്ടോ. കേൾക്കണില്ല. അതെയോ? ഇങ്ങനെ വിട്ടു വിട്ടു പോക്ക്, ഇങ്ങനെ തടസ്സപ്പെട്ട് കേൾക്കണത്. അതെയോ? അതെ, ഇപ്പോഴോ? കേൾക്കാം, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് പോണു. അതെയോ? ഇങ്ങനെ അറിയില്ല. മുറിഞ്ഞു മുറിഞ്ഞു നെറ്റിന്റെ വല്ല പ്രശ്നമാണോന്ന് അറിയില്ല. ശരിയാകുമായിരിക്കും. കേൾക്കാം. അതെയോ? ആഹാ. അപ്പൊ എന്നാ അവിടുത്തെ നെറ്റിന്റെ ആയിരിക്കാം. കാര്യം ഇവിടെ അറിയില്ല. ഇങ്ങനെ നെറ്റ് ഇവിടെ വീക്ക് ആകുമ്പോ എന്റെ സിസ്റ്റത്തിൽ ഇങ്ങനെ എഴുതി കാണിക്കും യുവർ നെറ്റ് ഈസ് സോ വീക്ക് എന്നൊക്കെ പറഞ്ഞ് കാണിക്കാറുണ്ട് ഇവിടെ ഇവിടെ പോകാറാകുമ്പോ. ഹരേ കൃഷ്ണ ഗീത മാതാജി, ഹരേ കൃഷ്ണ. അപ്പൊ കഴിവതും ആൾക്കാരും എന്താണ് മായയുടെ മുഖപടനം മൂടിയിട്ടിരിക്കുക. ഇത് നമ്മളൊരു പ്രശ്നോത്തരിയാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ പ്രശ്നോത്തരിയാണെന്ന് അറിയാത്ത എത്ര പേരുണ്ട്? മാധവി രാധ മാതാജി അറിഞ്ഞോ പ്രശ്നോത്തരിയാണ്? ഇന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞ ആഴ്ചത്തിന്റെ ബാക്കിയാണ്. കഴിഞ്ഞ ആഴ്ച തന്നെ ബാക്കിയാ. ഇപ്പഴാ നോക്കുന്നത്. ഞാനും ഇപ്പോഴാ കണ്ടത്. ഞാൻ ഇപ്രാവശ്യം ഇങ്ങനെ കഴിഞ്ഞ വ്യാഴാഴ്ച ഇട്ട് അത് കണ്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ അതിന് ബുധനാഴ്ച ഇട്ടു, എന്നിട്ടും ആൾക്കാരെ കണ്ടതില്ല. പിന്നെ എന്താ കഴിഞ്ഞ ആഴ്ച കണ്ടേയില്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ചതായിരിക്കും ഇന്ന് കണ്ടതെന്ന്. അതെന്തിനാ കഴിഞ്ഞ ആഴ്ച ഞാൻ വീണ്ടും ഇടുന്നത്? കഴിഞ്ഞു പോയ ക്ലാസ് കഴിഞ്ഞു പോയി. അപ്പൊ അടുത്തടുത്ത പ്രശ്നത്തിൽ വന്നോണ്ടാണ്. കൃത്യമായിട്ട് ഡേറ്റും ഒക്കെ ഉണ്ടല്ലോ ആ ലിങ്കില്. ഇന്നുണ്ട് 4 തീയതി ഉണ്ടെന്ന് ഞാൻ കണ്ടായിരുന്നു. ഭഗവത്ഗീത പ്രശ്നോത്തരി 2 എന്ന് എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 1, ഇപ്രാവശ്യം 2. അപ്പൊ ഊഹിക്കത്തില്ലേ? നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ ആവശ്യമുള്ളത് മാത്രം നമുക്ക് വായിച്ചാലും മനസ്സിലാകത്തില്ല, കാണുന്നുമില്ല. അതാണ്. അല്ല പ്രഭുജി, ഇന്ന് കണ്ടായിരുന്നു. പക്ഷെ ഇത് കഴിഞ്ഞ ആഴ്ചത്താണ് ഈ ആഴ്ചത്താണ് എനിക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ ഞാൻ വെള്ളിയാഴ്ച ശനിയാഴ്ച ഒക്കെ ആയിട്ട് മുഴുവൻ എന്റെ യൂട്യൂബ് ഇട്ടു, അതിന്റെ ആ ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടു, എല്ലാം ചെയ്തു കഴിഞ്ഞ ആഴ്ചത്തെ. അതുകൊണ്ട് അത് ക്ലോസ്. പ്രഭുജി, എനിക്ക് യൂട്യൂബിലൊന്നും കിട്ടുന്നില്ലല്ലോ. എന്റെ മാതാജി, എനിക്ക് അറിയില്ല. മാതാജിക്ക് മാത്രമായിട്ട് കിട്ടാതിരിക്കത്തില്ല, എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലേ? കിട്ടുന്നില്ലേ നിങ്ങൾക്കൊക്കെ? ഇട്ടായിരുന്നോ പ്രഭുജി? കണ്ടില്ലല്ലോ ക്വസ്റ്റ്യന്. കഴിഞ്ഞ ആഴ്ചത്തെ എന്റെ ക്വസ്റ്റ്യൻ കണ്ടില്ലായിരുന്നോ? കഴിഞ്ഞ ആഴ്ചത്തെ ഞാൻ യൂട്യൂബിൽ റെക്കോർഡ് ചെയ്തിരുന്നു. എന്നിട്ട് ലിങ്ക് അന്ന് തന്നെ കഴിഞ്ഞ ആഴ്ച ഞാൻ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു അരമണിക്കൂറിനകം ഇട്ടിരുന്നു, അപ്ലോഡ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ശനിയാഴ്ച ദിവസം ഞാൻ എന്ത് ചെയ്തു, അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ സ്കാൻ ചെയ്തിട്ട് ഞാൻ ഷെയർ ചെയ്തിരുന്നു. പ്രേമവൃന്ദാവനം ഗ്രൂപ്പിൽ കയറി നോക്കി കഴിഞ്ഞാൽ കാണും. ഞാനത്
ഭഗവത്ഗീത പ്രശ്നോത്തരി 1 ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കാണാൻ പറ്റാത്ത ഒരു വിഷമമുണ്ട്. മാതാജി ഒന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ആരെങ്കിലും പിള്ളേരോട് പറയൂ അതൊന്ന് എടുത്തു തരണ്ടേ. എന്റെ ചാനലിനകത്ത് പോയി നോക്കിയാലും കേട്ടോ, അഭയ ചരണാരവിന്ദം എന്ന് പറഞ്ഞ ചാനലിന്റെ അകത്ത് പോയി നോക്കിക്കഴിഞ്ഞാലും കാണാം. ഏത് ചാനല്? അഭയ ചരണാരവിന്ദം, ആ യൂട്യൂബ് ചാനലിന്റെ അതിന്റെ ലിങ്ക് ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേക്കാം. അത് ജ്ഞാനാംബിക മാതാജി ഇന്നാള് സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ചാനലിലേക്ക് കയറാനുള്ള ലിങ്ക്, കാര്യം നമ്മുടെ പോപ്പുലർ ആയിട്ടുള്ള ചാനലിലല്ലോ, അത് കാരണം ചിലപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ ഞാൻ എല്ലാ ആഴ്ചയിലും യൂട്യൂബ് ലിങ്ക് ഇടുന്ന ആ ലിങ്ക് ഡയറക്റ്റ്ലി ക്ലിക്ക് ചെയ്താലും കിട്ടേണ്ടതാണ്. ഓക്കെ, നമ്മള് ഇന്നത്തെ പ്രശ്നോത്തരിയിലേക്ക് കിടക്കുക. ഇന്നത്തെ പ്രശ്നോത്തരി ഭഗവത്ഗീത പ്രശ്നോത്തരി 2. അപ്പൊ നമ്മളത് ഇൻട്രഡക്ഷനും ആമുഖവും ഒക്കെ വളരെ വലിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇന്ന് നമ്മൾ രണ്ടാമത്തെ പ്രശ്നോത്തരിയും ആ ഇൻട്രഡക്ഷനും ആമുഖവും ഒക്കെ ആയിട്ട്, അത് വലിയൊരു സബ്ജക്റ്റ് ആണ്. അപ്പൊ അത് ഞാൻ പിന്നെ നിങ്ങളോടെല്ലാം മെർസി, കാരണം ഞാൻ 4 ഓപ്ഷൻ ഞാൻ കുത്തിയിരുന്ന് എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സമയം കിട്ടാത്തതുകൊണ്ടാണ്. കാര്യം ഒറ്റ വാക്കി ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. 4 ഓപ്ഷൻ ഒക്കെ ഉണ്ടായി പിന്നെ കുറച്ച് പേരുടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ കറക്കി കുത്തി എഴുതും. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഒറ്റ വാക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. ഒറ്റ വാക്ക് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അത് തെറ്റുന്നതുകൊണ്ട്. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ് നമ്മൾ ഭഗവത്ഗീത കണ്ടിന്യൂ ചെയ്യും. എന്നിട്ട് പിന്നെ അതിന്റെ അടുത്ത ക്ലാസ് നമ്മൾ ഭഗവത്ഗീത ശ്ലോകങ്ങൾക്കകത്തെ നമ്മൾ പ്രശ്നോത്തരി എടുക്കും. കാര്യം അല്ലെങ്കിൽ അത് വലിയ സബ്ജക്റ്റ് ആയത് കാരണം നമ്മൾ ഇടയ്ക്ക് ഇത് എടുത്തിട്ട് പോകും, അല്ലെ പിന്നീട് നമുക്ക് ഭയങ്കരമായിട്ട് മറവി തോന്നും. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത പ്രശ്നോത്തരി 2 ഓവർവ്യൂ, ആമുഖം എന്നിവയിൽ നിന്ന് അതിലെ എല്ലാവരും പേപ്പറും പേനയൊക്കെ എടുത്തോളൂ. എല്ലാവരും റെഡിയല്ലേ? ആർക്കും ഒരു ഊർജം ഇല്ലല്ലോ? അതെയോ? ഹരേ കൃഷ്ണ. അതെ, മാതാജിക്ക് സുഖമില്ലല്ലേ? ഹരേ കൃഷ്ണ. എനിക്ക് സുഖം 14 ദിവസമായിട്ട് ശരിയായി. കൃഷ്ണ ഭഗവാനെ, എല്ലാം ശരിയാവും മാതാജി. നമ്മുടെ ഇന്നത്തെ പ്രേയേഴ്സ് ഞാൻ പറയാൻ മറന്നുപോയി. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, ഇവിടെ ഖത്തറിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, നാട്ടിൽ പോയി സെറ്റിൽ ചെയ്ത തൃശ്ശൂരുള്ള ഒരു പ്രഭു ഇതുപോലെ തന്നെ ഒരു ആക്സിഡന്റിൽ പെട്ടിട്ട് വഴിയുടെ സൈഡിൽ ഇങ്ങനെ നിന്നതാണ്. ഒരു ബൈക്ക് വന്ന് ഇടിച്ച് തെറിപ്പിച്ച് ഒരു 3-4 മീറ്റർ പൊങ്ങി തലയും കുത്തി താഴെ വീണ് ശരീരമാസകലം ഇതായി പരിക്ക് പറ്റിയ അബോധാവസ്ഥയിലൊക്കെ ആയിരുന്നു. ICUലായിരുന്നു. ഇപ്പം റൂമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഇന്നലെയാണ് അറിയിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച സംഭവിച്ചതാണ്. നമ്മൾ വെറുതെ നിന്നാലും മതി, നമുക്ക് ആക്സിഡന്റ് നമ്മളെ തേടി ഇങ്ങെത്തും. അങ്ങനെ അദ്ദേഹത്തിന് ഇപ്പം ഓർമ്മയൊക്കെ തിരിച്ചു കിട്ടി. പിന്നെ എന്താ പറയുക, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇപ്പൊ ചെറുതായിട്ട് ഒരു ബാലൻസിന്റെ പ്രശ്നമുണ്ട്. ഇങ്ങനെ എണീറ്റ് നിൽക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നും. അപ്പൊ അദ്ദേഹത്തിന് പലർക്കും അറിയാവുന്നവരാണ്. ഇടയ്ക്ക് 1-2 തവണ നമ്മുടെ ക്ലാസ്സിൽ കയറിയിട്ടുമുണ്ട്. അജിത്ത് എന്നാണ് പേര്, അജിത് പ്രഭു. അപ്പൊ അജിത് പ്രഭുവിന് വേണ്ടിയിട്ടായിരുന്നു ഇന്നത്തെ നമ്മൾ നാമജപം ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് പൂർണ്ണ ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളും പ്രാർത്ഥിക്കുക. അറിയാവുന്നവരും അറിയാത്തവരും. അജിത് പ്രഭു അദ്ദേഹം വളരെ നല്ലൊരു ഭക്തനാണ്. ഇപ്പോഴും കട്ടിലേക്ക് കിടന്നുകൊണ്ട് ഈ അവസ്ഥയിലും 16 റൗണ്ട് ജപിക്കുന്നുണ്ട്, നാമം ജപിക്കുന്നുണ്ട് ഭഗവാന്റെ. അപ്പം പ്രാർത്ഥിക്കുക അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. സുജന മാതാജിയുടെ അസുഖം 2 ആഴ്ചയായിട്ട് മാറാത്ത അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാകാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പൊ നമ്മുടെ ഭയങ്കര ചുമയാണ്. അതെ അല്ലേ? ഹരേ കൃഷ്ണ. കഫക്കെട്ട് ഭയങ്കര ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഇപ്പം തുടരാം. ഭഗവത്ഗീത പ്രശ്നോത്തരി. അതിൽ 1-ാമത്തെ ചോദ്യം എല്ലാവരും എടുത്തോ, പേപ്പറും പേനായും. ഭഗവത്ഗീതയിൽ എത്ര ശ്ലോകങ്ങളുണ്ട്? ഇന്നത്തേന് എല്ലാത്തിനും 30-ൽ 30 മാർക്ക് മേടിക്കാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടിരിക്കുന്നത്. ഭഗവത്ഗീതയിൽ എത്ര ശ്ലോകങ്ങളുണ്ട്? ഓപ്ഷൻ A 18,000, B 700, C 1008, D 108. ഭഗവത്ഗീതയിൽ എത്ര ശ്ലോകങ്ങളുണ്ട്? A 18,000, B 700,
സി 1008, ഡി 108. അടുത്ത രണ്ടാമത്തെ ചോദ്യം. ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങളാണ് ഉള്ളത്? എ 108, ബി 1008, സി 18, ഡി 700. ഒന്നുകൂടെ, ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങളുണ്ട്? എ 108, ബി 1008, സി 18, ഡി 700. ഇനി അടുത്തത് മൂന്നാമത്തെ ചോദ്യം. ഭഗവത്ഗീത ഈ പേരിലും താഴെ പറയുന്ന ഈ പേരിലും അറിയപ്പെടുന്നു. ഭഗവത്ഗീത താഴെ പറയുന്ന ഈ പേരിലും അറിയപ്പെടുന്നു. എ ഭവിഷ്യവാണി, ബി ഉത്തമ ശ്ലോകം, സി ഗീതാഗായിനി, ഡി ഗീതോപനിഷത്ത്. ഒന്നുകൂടെ, താഴെ പറയുന്ന ഈ പേരിലും ഭഗവത്ഗീതയെ അറിയപ്പെടാറുണ്ട്. എ ഭവിഷ്യവാണി, ബി ഉത്തമ ശ്ലോകം, സി ഗീതാഗായിനി, ഡി ഗീതോപനിഷത്ത്. അത് മാത്രമേ എഴുതുന്നുള്ളൂ. എല്ലാം എഴുതാൻ പറഞ്ഞു. എല്ലാം എഴുതാൻ പറ്റുന്നില്ല. കാര്യം എല്ലാം ശരിയാണെന്നോ നമ്മൾ വിചാരിക്കും. എല്ലാം ശരിയാണ്, പക്ഷെ അതിൽ ഏറ്റവും ശരിയായിട്ടുള്ള ആൻസറാണ് എഴുതേണ്ടത്. നാലാമത്തെ ചോദ്യം. ഭഗവത്ഗീതയ്ക്ക് മാഹാത്മ്യം എഴുതിയ ആചാര്യൻ താഴെ പറയുന്നവയിൽ ആരാണ്? എ ശങ്കരാചാര്യർ, ബി ചാണക്യ പണ്ഡിതൻ, സി ശ്രീല പ്രഭുപാദർ, ഡി ചൈതന്യ മഹാപ്രഭു. അതും ഏറ്റവും ശരിയായിട്ടുള്ള ആൻസർ ആണ് എഴുതേണ്ടത്. എല്ലാം തന്നെ ശരി ആയിരിക്കും, പക്ഷെ അതിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഭഗവത്ഗീതയ്ക്ക് മാഹാത്മ്യം എഴുതിയ ആചാര്യൻ, തെറ്റിക്കളയരുത്. അവരിൽ എല്ലാവരും തന്നെ എഴുതിയിട്ടുണ്ടാവാം, പക്ഷെ ഏറ്റവും ശരിയായിട്ടുള്ള ആൻസർ ആണ് നമുക്ക് എഴുതേണ്ടത്. എ ശങ്കരാചാര്യർ, ബി ചാണക്യ പണ്ഡിതൻ, സി ശ്രീല പ്രഭുപാദർ, ഡി ചൈതന്യ മഹാപ്രഭു. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം. അഞ്ചാമത്തെ ചോദ്യം. വേദങ്ങളാകുന്ന പശുവിനെ കറക്കുന്ന കറവക്കാരൻ ആരാണ്? വേദങ്ങളാകുന്ന പശുവിനെ കറക്കുന്ന കറവക്കാരൻ ആരാണ്? എ അർജുനൻ, ബി ശ്രീകൃഷ്ണൻ, സി വേദവ്യാസൻ, ഡി ഗണപതി. ഒന്നുകൂടെ പറയാം. ഒന്നുകൂടെ പറഞ്ഞ പ്രഭു കേട്ടില്ല. വേദങ്ങളാകുന്ന പശുവിനെ കറക്കുന്ന കറവക്കാരൻ ആരാണ്? എ അർജുനൻ, ബി ശ്രീകൃഷ്ണൻ, സി വേദവ്യാസൻ, ഡി ഗണപതി. അവിടെ ഇരുന്നുകൊണ്ട് ഉത്തരം ആരാണ് ഡിസ്കസ് ചെയ്യുന്നത്? ആരൊക്കെ ഉത്തരം അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്? ഉത്തരം മനസ്സിൽ മാത്രം ചിന്തിക്കുക, പുറമെ വിളിച്ചു പറയരുത്. അല്ലെങ്കിൽ മ്യൂട്ട് ആയിട്ടിരുന്നിട്ട് അവിടെ ഇരുന്ന് ഉറക്കെ പറഞ്ഞോളൂ, കുഴപ്പമില്ല. അൺമ്യൂട്ട് ആയിട്ടിരുന്നിട്ട് പറയരുത്. ഓക്കെ. അടുത്ത ചോദ്യം, ആറാമത്തത്. ഏകോ ശാസ്ത്രം ദേവകി പുത്രഗീതം ഇത് പറഞ്ഞത് ആരാണ്? എ അർജുനൻ, ബി വേദവ്യാസൻ, സി ശങ്കരാചാര്യർ, ഡി കൃഷ്ണൻ. ഏകോ ശാസ്ത്രം ദേവകി പുത്രഗീതം ഇത് പറഞ്ഞത് ആരാണ്? എ അർജുനൻ, ബി വേദവ്യാസൻ, സി ശങ്കരാചാര്യർ, ഡി കൃഷ്ണൻ. ചോദ്യം കേട്ടില്ലല്ലേ പ്രഭു? ഒന്നുകൂടെ പറഞ്ഞ ചോദ്യം കേട്ടില്ല. ഏകോ ശാസ്ത്രം ദേവകി പുത്രഗീതം ഇത് പറഞ്ഞ വ്യക്തി ആരാണ് താഴെ പറയുന്നവയിൽ? എ അർജുനൻ, ബി വേദവ്യാസൻ, സി ശങ്കരാചാര്യർ,
ഡി കൃഷ്ണൻ. ഞാൻ കേട്ടിട്ടുണ്ട്. അടുത്ത ചോദ്യം 7. ഭഗവത്ഗീത ഭീഷ്മപർവതത്തിലെ എത്രാമത്തെ കാണ്ഡം ആണ്? ഭഗവത്ഗീത ഭീഷ്മപർവത്തിലെ എത്രാമത്തെ കാണ്ഡം ആണ്? എ 6, ബി 18, സി 10, ഡി 16. ഒന്നുകൂടെ, ഭഗവത്ഗീത ഭീഷ്മപർവത്തിലെ എത്രാമത്തെ കാണ്ഡമാണ്? എ 6, ബി 18, സി 10, ഡി 16. ഒന്നുകൂടെ പറഞ്ഞ പ്രഭു, കേട്ടില്ല എന്റെ ഓപ്ഷൻ. ഭഗവത്ഗീത ഭീഷ്മപർവത്തിലെ എത്രാമത്തെ കാണ്ഡമാണ്? എ 6, ബി 18, സി 10, ഡി 16. കേട്ടു. അടുത്തത് 8ാമത്തെ ചോദ്യം. ഭഗവത്ഗീത ഭീഷ്മപർവത്തിലെ ഏത് അധ്യായത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഭഗവത്ഗീത ഭീഷ്മപർവത്തിലെ ഏത് അധ്യായത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? എ 6 മുതൽ 18 വരെയുള്ള, ബി 25 മുതൽ 40 വരെ, സി 20 മുതൽ 50 വരെ, ഡി 25 മുതൽ 42 വരെ. ഒന്നുകൂടെ, ഭഗവത്ഗീത ഭീഷ്മപർവത്തിലെ ഏതൊക്കെ അധ്യായങ്ങളിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? എ 16 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളാണോ, അതോ ബി 25 മുതൽ 40 ആണോ, സി 20 മുതൽ 50 വരെയാണോ, ഡി 25 മുതൽ 42 വരെയാണോ? ഡി ഒന്നുകൂടെ പറയുക പ്രഭുജി. ഡി 25 മുതൽ 42 വരെ. അടുത്തത് 9. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞ എത്ര ശ്ലോകങ്ങൾ ഉണ്ട്? ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞ എത്ര ശ്ലോകങ്ങൾ ഉണ്ട്? ഇതാണ് മാധവി രാധ മാധവിക്ക് കമ്പോസിഷൻ കൊടുക്കേണ്ടത് അല്ലേ? മാതാജി ക്ലാസ് പറയുന്നൊന്നും അല്ല, വാട്സപ്പിൽ വരുന്ന ആവശ്യമുള്ളൊന്നും മാതാജി കാണുന്നേ ഇല്ല. എ 84, ബി 574, സി 41, ഡി 1. ഒന്നുകൂടെ, ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞ എത്ര ശ്ലോകങ്ങളുണ്ട്? എ 84, ബി 574, സി 41, ഡി 1. അടുത്തത്, ഭഗവത്ഗീതയിൽ അർജുനൻ പറഞ്ഞ എത്ര ശ്ലോകങ്ങളാണുള്ളത്? ഭഗവത്ഗീതയിൽ അർജുനന്റേതായിട്ട് പറയപ്പെടുന്ന എത്ര ശ്ലോകങ്ങളാണുള്ളത്? എ 1, ബി 84, സി 574, ഡി 41. അടുത്തത് 11. ഭഗവത്ഗീതയിൽ പാണ്ഡവരുടെ വിജയത്തിന്റെ മുന്നറിയിപ്പ് സൂചിപ്പിക്കുന്ന ശ്ലോകങ്ങൾ ഏതെല്ലാം? ഭഗവത്ഗീതയിൽ പാണ്ഡവരുടെ വിജയത്തിന്റെ മുന്നറിയിപ്പ് സൂചിപ്പിക്കുന്ന ശ്ലോകങ്ങൾ ഏതെല്ലാം? എ 1:12 മുതൽ 1:20 വരെ, 1.12 അല്ലെങ്കിൽ 1:12 മുതൽ 1:20 വരെ, ബി 1.1 തൊട്ട് 1.11 വരെ, സി 2 ശരിയാണ്, ഡി 2 തെറ്റാണ്. ഒന്നുകൂടി, ഭഗവത്ഗീതയിൽ പാണ്ഡവരുടെ വിജയത്തിന്റെ മുന്നറിയിപ്പ് സൂചിപ്പിക്കുന്ന ശ്ലോകങ്ങൾ ഏതെല്ലാം? എ 1.12, അതായത് 1ാമത്തെ അധ്യായത്തിൽ 12ാമത്തെ ശ്ലോകം മുതൽ 20ാമത്തെ ശ്ലോകം വരെ, ബി 1ാമത്തെ ശ്ലോകം മുതൽ 11ാമത്തെ ശ്ലോകം വരെ, സി ഇത് 2 ശരിയാണ്, ഡി ഇത് 2 തെറ്റാണ്. അടുത്തത് ഓപ്ഷൻ ഒന്നുകൂടെ ഒന്ന് പറയാമോ?
ഓപ്ഷൻ ഒന്നുകൂടെ പറയാം. ഭഗവത്ഗീതയിൽ പാണ്ഡവരുടെ വിജയത്തിന്റെ മുന്നറിയിപ്പ് സൂചിപ്പിക്കുന്ന ശ്ലോകങ്ങൾ അത് 1-12 മുതൽ 1-20 വരെ, 1-1 തൊട്ട് 1-11 വരെ. രണ്ടും ശരിയാണ്, രണ്ടും തെറ്റാണ്. ഇനി അടുത്തത് 12ാമത്തെ ചോദ്യം. യുദ്ധം ചെയ്യാതിരിക്കുന്നതിന് അർജുനൻ ചെയ്യാതിരിക്കാനുള്ള 5 കാരണങ്ങൾ അർജുനൻ പറഞ്ഞ ഏത് ശ്ലോകങ്ങളിലൂടെയാണ്? യുദ്ധം ചെയ്യാതിരിക്കാനായിട്ട് അർജുനൻ പറഞ്ഞ 5 കാര്യങ്ങൾ താഴെ പറയുന്ന ഏത് ശ്ലോകങ്ങളിൽ കൂടെയാണ്? 1-ാം അധ്യായം ആയതുകൊണ്ട് ഞാൻ ഇനി 1 പോയിന്റ് എന്ന് പറയുന്നില്ല. 1 തൊട്ട് 27 വരെ, ബി 1 തൊട്ട് 11 വരെ, സി 12 തൊട്ട് 20 വരെ, ഡി 28 മുതൽ 46 വരെ. ഒന്നുകൂടെ ഓപ്ഷൻസ് പറയാം. യുദ്ധം ചെയ്യാതിരിക്കേണ്ട അർജുനൻ 5 കാരണങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ യുദ്ധം ചെയ്യാത്തതെന്ന്. ഈ ശ്ലോകങ്ങൾ ഏതൊക്കെയാണ്? ഏത് ഡിവിഷനിലാണ് വരുന്നത്? 1 തൊട്ട് 27 വരെയുള്ള ശ്ലോകങ്ങളാണോ? 1 തൊട്ട് 11 വരെയുള്ള ശ്ലോകങ്ങളിലാണോ? അടുത്ത 12 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങളിലാണോ? 28 മുതൽ 46 വരെയുള്ള ശ്ലോകങ്ങളിലാണോ എന്നാണ് ഇതിലേതാണ് ശരിയായിട്ടുള്ള ഉത്തരം? അടുത്തത് 13ാമത്തേത്. കുടുംബാചാരങ്ങൾ, പാരമ്പര്യത്തിലുള്ള ധ്വംസനം എന്നിവ അർജുനൻ പ്രതിപാദിച്ച ശ്ലോകങ്ങൾ. കുടുംബാചരണങ്ങൾ, പാരമ്പര്യത്തിലുള്ള ധ്വംസനം എന്നിവയെക്കുറിച്ച് അർജുനൻ പ്രതിപാദിച്ച ശ്ലോകങ്ങൾ ഏതെല്ലാമാണ്? എ 28 മുതൽ 30 വരെ, 31 വരെ മുതൽ 35 വരെ, 39 മുതൽ 43 വരെ, 28 മുതൽ 46 വരെ. ഒന്നുകൂടെ ഞാൻ പറയാം. കുടുംബാചാരങ്ങളെ പറ്റിയും പാരമ്പര്യത്തിലുള്ള ധ്വംസനത്തെ പറ്റിയും അർജുനൻ പ്രതിപാദിച്ചിട്ടുള്ള ശ്ലോകങ്ങൾ ഏതെല്ലാമാണ്? 1-ാം അധ്യായത്തിലെ 28 മുതൽ 30 വരെയാണോ? ഓപ്ഷൻ ബി 31 മുതൽ 35 വരെയാണോ? ഓപ്ഷൻ സി 39 മുതൽ 43 വരെയാണോ? ഡി 28 മുതൽ 46 വരെയാണോ? ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? കൃഷ്ണകുമാരി മാതാജിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. ഇല്ല പ്രഭു, അതല്ല ശ്ലോകത്തിന്റെ പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ശ്ലോകം നോക്കിയിട്ടില്ലായിരുന്നു. ഇത് ഇൻട്രഡക്ഷനിൽ എടുത്താ ഇതൊക്കെ ഇൻട്രഡക്ഷൻ സാരമില്ല. ക്ലാസ്സിൽ എടുത്തപ്പോഴാണ് ഇത് എടുത്തത്. അല്ലാതെ ശ്ലോകത്തെ പറ്റി ഉള്ള ക്ലാസ് ഇത് ആൻസർ എടുത്ത് തുടങ്ങിയിട്ടില്ല. ക്വസ്റ്റ്യൻ അത് ചിലപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ് മുതലായിരിക്കും. ഇന്നത്തെ കുരുക്ഷേത്രം ഏത് സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ്? എ ഹിമാചൽ പ്രദേശ്, ബി ഡൽഹി, സി പഞ്ചാബ്, ഡി ഹരിയാന. ഇന്നത്തെ കുരുക്ഷേത്രം ഏത് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്? എ ഹിമാചൽ പ്രദേശ്, ബി ഡൽഹി, സി പഞ്ചാബ്, ഡി ഹരിയാന. അടുത്തത് 15ാമത്തെ ചോദ്യം. കുരു തപസ് ചെയ്ത് 8 കാര്യങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? കുരു എന്ന് പറയുന്ന മഹാരാജാവ് തപസ് ചെയ്തപ്പോൾ അദ്ദേഹം ചോദിച്ച അല്ലെങ്കിൽ അദ്ദേഹം അനുഷ്ഠിച്ച 8 കാര്യങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? എ ബ്രഹ്മചര്യം, ബി ദാനം, സി യജ്ഞം, ഡി എല്ലാം ശരിയാണ്. ഗുരു തപസ് ചെയ്തപ്പോൾ ആചരിച്ചിരുന്ന 8 കാര്യങ്ങൾ: എ ബ്രഹ്മചര്യം, ബി ദാനം, സി യജ്ഞം, ഡി എല്ലാം ശരിയാണ്. അടുത്ത 16. ഗുരുവിന്റെ തപസ്സിൽ സംപ്രീതനായ വിഷ്ണു ഭഗവാൻ എന്ത് വരദാനമാണ് അദ്ദേഹത്തിന് കൊടുത്തത്? എ സ്വർഗപ്രാപ്തി, ബി ഇവിടെ വെച്ച് ആര് മരിച്ചാലും അവർക്ക് മോക്ഷപ്രാപ്തി ഉണ്ടായിരിക്കും,
സി ഇവിടെ എപ്പോഴും യുദ്ധം നടക്കട്ടെ. ഡി ഇവയൊന്നുമല്ല. ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേൾക്കണം. കുരുവിന്റെ തപസ്സിൽ സംപ്രീതനായ വിഷ്ണു ഭഗവാൻ അദ്ദേഹത്തിന് എന്ത് വരദാനമാണ് കൊടുത്തത്? ഒന്ന് സ്വർഗപ്രാപ്തി. എ എന്ന് പറയുന്ന ആൻസർ സ്വർഗപ്രാപ്തി. ബി ഓപ്ഷൻ ഇവിടെ വെച്ച് ആര് മരിച്ചാലും അവർക്ക് മോക്ഷപ്രാപ്തി ഉണ്ടായിരിക്കും. സി ഇവിടെ എപ്പോഴും യുദ്ധം നടക്കട്ടെ. ഡി ഇവയൊന്നുമല്ല. ഇനി അടുത്ത് 17ാമത്തെ ചോദ്യം. ഭഗവത്ഗീത ഭഗവാൻ ആദ്യമായിട്ട് ഉപദേശിച്ചു കൊടുത്തത് ആർക്കാണ്? എ മനു, ബി വിവസ്വാൻ, സി ഇക്ഷ്വാകു, ഡി ചന്ദ്രൻ. ഒന്നുകൂടെ ചോദ്യം. ഭഗവത്ഗീത ഭഗവാൻ ആദ്യമായി ഉപദേശിച്ചു കൊടുത്ത ആർക്കാണ്? എ മനുവിനാണോ, ബി വിവസ്വാനാണോ, സി ഇക്ഷ്വാകുവിനാണോ, ഡി ചന്ദ്രനാണോ? അടുത്തത് 18ാമത്തെ ചോദ്യം. ഭഗവാൻ അർജുനനെ ഭഗവത്ഗീത ഉപദേശിക്കാനായിട്ട് തെരഞ്ഞെടുത്തതിനുള്ള കാരണം എന്താണ്? എ ബന്ധുവായതുകൊണ്ട്, ബി സുഹൃത്തായതുകൊണ്ട്, സി ഭഗവാനിൽ അസൂയാലു അല്ലാത്തത് കൊണ്ട്, ഡി എല്ലാം തെറ്റാണ്. ഭഗവാൻ അർജുനനെ എന്തുകൊണ്ടാണ് ഭഗവത്ഗീത ഉപദേശിക്കാനായിട്ട് തെരഞ്ഞെടുത്തത്? അതിന്റെ കാരണം എ ബന്ധുവായതുകൊണ്ടാണോ, ബി സുഹൃത്തായതുകൊണ്ടാണോ, സി ഭഗവാനിൽ അസൂയാലു അല്ലാത്തത് കൊണ്ടാണോ, ഡി എല്ലാം ഈ പറഞ്ഞതെല്ലാം തെറ്റാണ്. പത്തൊൻപത്. ഭഗവത്ഗീതയിൽ ഭഗവാനെ വിശേഷിപ്പിക്കുന്നത് താഴെ പറയുന്നത് ഏതു പേരിലാണ്? ഭഗവത്ഗീതയിൽ ഭഗവാനെ സാധാരണയായിട്ട് പല പേരിലും വിശേഷിപ്പിക്കാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വിശേഷിപ്പിക്കുന്ന നാമധേയം താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? എ പരമദിവ്യോത്തമ പുരുഷൻ, ബി ബ്രഹ്മൻ, സി പരമപുരുഷൻ, ഡി എല്ലാം ശരിയാണ്. ഭഗവത്ഗീതയിൽ താഴെ പറയുന്ന ഏതൊക്കെ നാമധേയങ്ങളിലാണ് ഭഗവാനെ ഏറ്റവും കൂടുതൽ സമയം വിശേഷിപ്പിക്കാറുള്ളത്? എ പരമദിവ്യോത്തമ പുരുഷൻ, ബി ബ്രഹ്മൻ, സി പരമപുരുഷൻ, ഡി എല്ലാം ശരിയാണ്. അടുത്തത് 20ാമത്തെ ചോദ്യം. ജീവാത്മാക്കളുടെ മൂലസ്വരൂപം എന്താണ്? എ അണു, ബി വിഭു, സി കൃഷ്ണസേവകൻ, ഡി യജമാനൻ. ജീവാത്മാക്കളുടെ മൂലസ്വരൂപം എന്താണ്? എ അണു ആണോ, ബി വിഭു ആണോ, സി കൃഷ്ണസേവകനാണോ, ഡി യജമാനനാണോ? അടുത്തത് 21ാമത്തെ ചോദ്യം. ഭഗവാന്റെ മൊബൈൽ ഒന്ന് ഏ 20 എന്താ മാതാജി? 20 20 ഇനി 20. ജീവാത്മാക്കളുടെ മൂലസ്വരൂപം എന്താണ്? എ അണു അത് പറഞ്ഞല്ലോ. 21 ഭഗവാന്റെ ആദ്യത്തെ സ്വവിസ്തരണം. എ വാസുദേവൻ, ബി സംകർഷണൻ, സി അനിരുദ്ധൻ, ഡി ബലരാമൻ. ഭഗവാന്റെ ആദ്യത്തെ സ്വവിസ്തരണം. എ വാസുദേവൻ, ബി സംകർഷണൻ, സി അനിരുദ്ധൻ, ഡി ബലരാമൻ. ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം.
ബലരാമന് എത്ര ഗുണങ്ങൾ ഉണ്ട്? എ 25, ബി 64, സി 108, ഡി 18. ബലരാമന് എത്ര ഗുണങ്ങളുണ്ട്? എ 25, ബി 64, സി 108, ഡി 18. ഓപ്ഷൻസ് ഒന്നും കൂടി പറയൂ പ്രഭു. ബലരാമന് എത്ര ഗുണങ്ങളാണുള്ളത്? എ 25, ബി 64, സി 108, ഡി 18. 23-ാമത്തെ ചോദ്യം. കൃഷ്ണനും ബലരാമനും തമ്മിലുള്ള 2 വ്യത്യാസങ്ങൾ ഏതെല്ലാമാണ് താഴെ പറയുന്നവയിൽ? എ ബലത്തിലും നിറത്തിലും, ബി നിറത്തിലും ഭാവത്തിലും, സി രൂപത്തിലും ഗുണത്തിലും, ഡി വലുപ്പത്തിലും നിറത്തിലും. വളരെ ശ്രദ്ധിച്ച് എഴുതേണ്ട ഇതാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഉത്തരം തെറ്റിക്കാതെ എഴുതണം. ഭഗവാനും ബലരാമനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, 2 വ്യത്യാസങ്ങൾ താഴെ പറയുന്നതിൽ ഏതാണ്? ബലത്തിലും നിറത്തിലും എ, ബി നിറത്തിലും ഭാവത്തിലും, സി രൂപത്തിലും ഗുണത്തിലും, ഡി വലുപ്പത്തിലും നിറത്തിലും. ഡി പറഞ്ഞോളൂ പ്രഭുജി. വലുപ്പത്തിലും നിറത്തിലും. രൂപം ഭാവവും. നോട്ട് ചെയ്തേരാ. ഇനി അടുത്തത് 24-ാമത്തെ ചോദ്യം. ബലരാമന്റെ പത്നിയുടെ നാമധേയം ഏതാണ്? ബലരാമന്റെ പത്നിയുടെ നാമധേയം എ അശ്വതി, ബി രോഹിണി, സി രേവതി, ഡി രേണുക. ബലരാമന്റെ പത്നി താഴെ പറയുന്നവരിൽ ആരാണ്? എ അശ്വതി, ബി രോഹിണി, സി രേവതി, ഡി രേണുക. യശ്വതി രേണുക, യശ്വതി രോഹിണി രേണുക, പിന്നെ സി രേവതി, ഡി രേണുക. എ അശ്വതി, ബി രോഹിണി, സി രേവതി, ഡി രേണുക. രേവതിയാണ്. അടുത്തത് 25-ാമത്തെ ചോദ്യം. കഷ്ടമൊക്കെ ഉണ്ട്. ഏ ക്വസ്റ്റ്യൻ കഷ്ടമൊക്കെ ഉണ്ട് പറയാ. എല്ലാം ഞാന് പറഞ്ഞതല്ലേ? ഏതെങ്കിലും ഔട്ട് ഓഫ് സിലബസിൽ നിന്നുണ്ടോ? ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ പ്രഭു? ഞാൻ ബലരാമന്റെ ബലറാം പൂർണിമ, രാധാഷ്ടമി ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ എടുത്ത കാര്യങ്ങളാണ് ഇപ്പൊ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. ഇതിനിടയ്ക്ക് ജന്മാഷ്ടമിക്ക് മുൻപത്തെ തലയാഴ്ച ബലറാം പൂർണിമ ഉണ്ടായിരുന്നു, 2 ആഴ്ച മുൻപ്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ബലറാമിനെ പറ്റി. അതിന് രാധാഷ്ടമിക്ക് രാധാറാണിയെ പറ്റി പറഞ്ഞു. അപ്പം ബലരാമന്റെ അമ്മയുടെ നാമധേയം എ രേവതി, ബി ദേവകി, സി രുക്മിണി, ഡി രോഹിണി. ബലരാമന്റെ അമ്മയുടെ നാമധേയം എ രേവതി, ബി ദേവകി, സി രുക്മിണി, ഡി രോഹിണി. എല്ലാം എളുപ്പമുള്ളതല്ലേ? എല്ലാം എളുപ്പമുള്ളതാ. ഒന്നും അറിയാൻ വയ്യാത്തായിട്ട് ഒന്നുമില്ല. എല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ള പലതവണ. ഇതൊക്കെ മറന്നു പോവില്ലേ പെട്ടെന്ന്? എല്ലാം അറിയാം, പക്ഷെ മറന്നു പോകും. രോഹിണിയിലേക്ക് 25 26 രാധാറാണി ജനിച്ച സ്ഥലം എ റാവൽ, ബി ബർസാന, സി ഗോകുലം, ഡി വൃന്ദാവനം. രാധാറാണി ജനിച്ച സ്ഥലം എ റാവൽ, ബി ബർസാന,
സി ഗോകുലം, ഡി വൃന്ദാവനം. വൃന്ദാവനിൽ പോയപ്പോ പോയിട്ടുണ്ട്, പക്ഷെ ഏതൊക്കെ രാധാഷ്ടമിയുടെ അന്ന് ഞാൻ പ്രത്യേകം ചോദിച്ചതാണ്. അപ്പൊ നിങ്ങൾ പലരും ആൻസർ പറയുകയും ചെയ്തു. എന്തൊക്കെ ഒറ്റവാക്ക് മതിയായിരുന്നു ഞാൻ ആലോചിക്കും. ഓപ്ഷൻ കൊടുത്താണ് പറ്റിപ്പോയത്. കൺഫ്യൂസ്ഡ് ആവും. അടുത്തത് ഞാൻ കൃഷ്ണ 27ാമത്തെ ചോദ്യം. രാധ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? രാധ എന്ന വാക്കിന്റെ അർത്ഥം എ ഗോപിക, ബി സേവിക, സി അകത്തേക്ക് വമിക്കുക, ഡി ധാര. ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടോണം. രാധ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? എ ഗോപിക, ബി ഒന്നുകൂടെ പറഞ്ഞു സർ. ഏ? ഒന്നുകൂടെ പറ. രാധ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? എ ഗോപിക, ബി സേവിക, സി അകത്തേക്ക് വമിക്കുക, ഡി ധാര. എന്റെ ദൈവമേ. മാതാജി ഇതൊക്കെ ബുദ്ധിമുട്ടാണോ? ആവോ, എനിക്കറിയില്ല. അടുത്ത 28. രാധാറാണി ഭൂലോകത്തിലേക്ക് അവതരിക്കാൻ ഇടയായിട്ടുള്ള ശാപം കൊടുത്തത് ആരാണ്? രാധാറാണി ഭൂലോകത്തേക്ക് അവതരിക്കാനായിട്ട് ഇടയായിട്ടുള്ള ശാപം കൊടുത്തത് ആരാണ്? എ സുധാമ, ബി ദുർവാസാവ്, സി മധുമംഗൾ, ഡി ശ്രീധാം. ഒന്നുകൂടെ ചോദ്യം. രാധാറാണി ഈ ഭൂമുഖത്തേക്ക് അവതരിക്കാനായിട്ട് കാരണമായിട്ടുള്ള ശാപം കൊടുത്തത് ആരാണ്? എ സുധാമ, ബി ദുർവാസാവ്, സി മധുമംഗള്, ഡി ശ്രീധാം. ഇരുപത്തി 29. അപ്പൊ ഈസിന്ന് പറഞ്ഞിട്ടൊക്കെ 29. കഴിഞ്ഞ ആഴ്ചത്തെ ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പൊ എല്ലാം കടുപ്പിച്ച് കളഞ്ഞു. ഭയങ്കര കടുപ്പിച്ച് കളഞ്ഞു. ആദ്യത്തെ കുറച്ച് നന്നായിരുന്നു, പിന്നെ അങ്ങോട്ട് ലാസ്റ്റ് ആവുമ്പോ 29. രാധാറാണിയുടെ അച്ഛനും അമ്മയും ആരാണ്? ശ്രദ്ധിച്ചിരുന്നോണം. 4 ഓപ്ഷൻസ് ഉണ്ട്. ശ്രദ്ധിച്ച. രാധാറാണിയുടെ അച്ഛനും അമ്മയും ആരാണ്? എ നന്ദഗോപരും യശോദയും, ബി വൃഷഭാനുവും കീർത്തികയും, സി വസുദേവരും രോഹിണിയും, ഡി വൃഷഭാനുവും ജഡിലയും. ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. രാധാറാണിയുടെ അച്ഛനും അമ്മയും ആരാണ്? എ നന്ദഗോപരും യശോദയും, ബി വൃഷഭാനുവും കീർത്തികയും, സി വസുദേവരും രോഹിണിയും, ഡി വൃഷഭാനുവും ജഡിലയും. ഓ, ഇന്ന് ഹരകൃഷ്ണ, മാധവി, രാധ മാതാജി അവിടെ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കരുത്. ഇവിടെ എല്ലാവരും കേൾക്കുന്നുണ്ട്. അടുത്ത ചോദ്യം കൂടെ കഴിഞ്ഞ് സംസാരിച്ചോ, കുഴപ്പമില്ല. അടുത്തത് 30ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം. രാധാറാണിയുടെ സഹോദരി സ്ഥാനം അലങ്കരിച്ച വ്യക്തി ആരാണ്? അല്ലെങ്കിൽ രാധാറാണിയുടെ സഹോദരിയുടെ പേരെന്താണ്? എ ചിത്രലേഖ, ബി ചന്ദ്രാവലി, സി വിശാഖ, ഡി ലളിത. രാധാറാണിയുടെ സഹോദരി സ്ഥാനത്ത് അല്ലെങ്കിൽ സഹോദരിയായിട്ട് ഉള്ള ഗോപികയുടെ നാമധേയം. എ ചിത്രലേഖ, ബി ചന്ദ്രാവലി, സി വിശാഖ, ഡി ലളിത. കഴിഞ്ഞോ?
കഴിഞ്ഞു. ഒരു തരത്തിൽ കഴിഞ്ഞല്ലേ? ഒരു തരത്തില്. അപ്പൊ നമ്മൾ ഇനി ഉത്തരത്തിലേക്ക് കടക്കുവാണ്. അപ്പൊ എല്ലാവരും ശരിയായിട്ടുള്ള ഉത്തരം മാർക്ക് ചെയ്ത് ഒരു ടിക്ക് ഇടുക. എന്നിട്ട് അവസാനം കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയുക ഏത് ഉത്തരമായിരുന്നു എന്ന്. ഞാൻ ചോദ്യം വായിക്കാം. ഒന്നുകൂടെ ചോദ്യം വായിക്കുവാണ്. ഭഗവത്ഗീതയിൽ എത്ര ശ്ലോകങ്ങൾ ഉണ്ട്? ഏതാണ് ഉത്തരം? ശരിയായിട്ടുള്ള ഉത്തരം ഉത്തരം ബി ആണ്, 700 ശ്ലോകങ്ങൾ. അത് തെറ്റിച്ച ആൾക്കാരൊന്ന് കൈവക്കിയാൽ നന്നായിരുന്നു. ഭഗവത്ഗീതയിൽ എത്ര ശ്ലോകങ്ങൾ ഉണ്ട് അതിനുള്ള ഉത്തരം തെറ്റിച്ച വ്യക്തികളൊന്ന് കൈവക്കിയാൽ നന്നായിരുന്നു. ആരുമില്ല, എല്ലാരും ശരി. നന്നായി. എല്ലാരും എനിക്ക് കാണാൻ പറ്റുന്നില്ല, സ്ക്രീൻ ഷെയർ ആയതുകൊണ്ട്. അടുത്തത്, ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങളാണുള്ളത്? രണ്ടാമത്തെ ചോദ്യം. എ 108, ബി 1008, സി 18, ഡി 700. എത്രയാണ്? 18. സി 18. ഉത്തരം സി ആണ്, 18 അധ്യായങ്ങൾ. മൂന്നാമത്തെ ചോദ്യം. ഭഗവത്ഗീത ഈ പേരിലും അറിയപ്പെടുന്നു, അത് ഏത് പേരിലാണ്? എ ഭവിഷ്യവാണി, ബി ഉത്തമ ശ്ലോകം, സി ഗീതാ ഗായനി, ഡി ഗീതോപനിഷത്ത്. ഗീതോപനിഷത്താണ്. ബാക്കിയുള്ള പേരുകളില് ഉത്തമ ശ്ലോകം എന്ന് പറഞ്ഞ് അറിയപ്പെടുന്ന ഏതിനെയാണ്? ഉത്തമ ശ്ലോകം എന്ന് പറഞ്ഞ് അറിയപ്പെടുന്ന ഏതിനാണ്? ശ്രീമദ് ഭാഗവതം. നാരായണം നമസ്കൃത്യം നരഞ്ജൈവ നരോത്തമം എന്ന് പറഞ്ഞിട്ട് അതിൽ ഉത്തമ ശ്ലോക എന്ന് പറയുന്നുണ്ട് അല്ലേ? ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നിഷ്ഠികയും. ഉത്തമ ശ്ലോകം എന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവതമാണ് അല്ലേ? അപ്പം ഇത് ഭഗവാന്റെ ഭവിഷ്യവാണിയാണ്. എന്നിരുന്നാലും ഗീതോപനിഷത്തിൽ നിന്നാണ് ഭഗവത്ഗീത നമ്മൾ അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഉത്തരങ്ങളൊക്കെ എല്ലാം ശരിയാകാം, പക്ഷെ നമ്മൾ ശരിയായിട്ടുള്ള ഉത്തരമാണ് ഗീതോപനിഷത്താണ്, ഡി ആണ്. നാലാമത്തേത്, ഭഗവത്ഗീതയ്ക്ക് മാഹാത്മ്യം എഴുതിയ ആചാര്യൻ? എ ശങ്കരാചാര്യ, സി ശ്രീല പ്രഭുപാദർ, ഡി ചൈതന്യ മഹാപ്രഭു. ശങ്കരാചാര്യർ. ശങ്കരാചാര്യന്. ബാക്കിയുള്ളവരൊക്കെ ഭാഷ്യം എഴുതിയിട്ടുണ്ടാകാം, പക്ഷെ നമ്മൾ വായിക്കുന്നതും അറിയുന്നതും നമ്മൾ മനനം ചെയ്യുന്നതും നമ്മൾ പിന്തുടരുന്നതായ മഹാത്മ്യം ശങ്കരാചാര്യരാണ്. ശ്രീല പ്രഭുപാദരൊക്കെ കോട്ട് ചെയ്തിരിക്കുന്നത് ശങ്കരാചാര്യ എഴുതിയ മഹാത്മ്യത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഉത്തരം ശങ്കരാചാര്യരാണ് ശരിയായിട്ടുള്ള ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം. വേദങ്ങളാകുന്ന പശുവിനെ കറക്കുന്ന കറവക്കാരൻ ആരാണ്? എ അർജുനൻ, ബി ശ്രീകൃഷ്ണൻ, സി വേദവ്യാസൻ, ഡി ഗണപതി. ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അത് ആ ശ്ലോകം ഏതാണെന്ന് ആർക്കാ പറയാൻ പറ്റുന്നത്? ഗോപാല നന്ദന പാർത്ഥോ ദുഗ്ധം ഗീതാമൃതം മഹത് അല്ലേ? സർവോപനിഷദോ ഗാവോ ഗോപാലനന്ദന പാർത്ഥോ വത്സ ഇതാണ് ശ്ലോകം. അടുത്തത്, ഏകോ ശാസ്ത്രം ദേവകി പുത്രഗീതം എന്ന് പറഞ്ഞത് ആരാണ്? എ അർജുനൻ, ബി വേദവ്യാസൻ, സി ശങ്കരാചാര്യൻ, ഡി ശ്രീകൃഷ്ണൻ. ഈ ശങ്കരാചാര്യർ. ഓക്കെ, ആ ശ്ലോകം മുഴുവൻ എന്ന് പറയാൻ ആർക്കെങ്കിലും? ഏകം ശാസ്ത്രം ദേവകി പുത്രഗീതം, ഏകോ ദേവോ ദേവകി പുത്രയേവോ, ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. ഹരി ബോൾ. അപ്പൊ എന്താണ് അതിനകത്ത് പറയുന്നത്? ഒരേ ഒരു ശാസ്ത്രമേ ഉള്ളൂ, അതാണ് ദേവകിയുടെ പുത്രൻ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഭഗവത്ഗീത. അതുപോലെ തന്നെ ഒരേ ഒരു മന്ത്രമേ ഉള്ളൂ ദേവകി പുത്രനെ പറ്റിയുള്ള മന്ത്രം. അതേതാണ്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. പിന്നെ എന്താണ്? ഒരേ ഒരു ദൈവമേ ഉള്ളൂ, അതാരാണ്? ദേവകിയുടെ പുത്രനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ. പിന്നെ അടുത്ത എന്താണ്? ഒരേ ഒരു കർമ്മമേ ഉള്ളൂ, എന്താണ്? സർവം കൃഷ്ണാർപ്പണമസ്തു. ദേവകിയുടെ പുത്രന് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുക.
ഒരേ ഒരു കർമ്മയേ ഉള്ളൂ അദ്ദേഹത്തിന് ചെയ്യുന്ന സേവ. തസ്യ നാമാനിയാനി അല്ലെ, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സേവയാണ് നമുക്ക് ചെയ്യുന്ന ഏക ഒരു കർമ്മം വിധിച്ചിരിക്കുന്നത് അല്ലെ. എന്ത് ചെയ്യുവാണെങ്കിലും അത് സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു അങ്ങനെയായിട്ട് ചെയ്യുക. അപ്പം ആ കർമ്മത്തിനൊന്നും തന്നെ ഫലം ഉണ്ടാകത്തില്ല അല്ലെ. ഫലേച്ഛയില്ലാതെ കർമ്മം ഭഗവാനായിട്ടിട്ട് ചെയ്യുക. അടുത്തത് 7-ാമത്തെ ഭഗവത്ഗീത ഭീഷ്മപർവത്തിലെ എത്രാമത്തെ കാണ്ഡമാണ് ഭഗവത്ഗീത? A 6, B 18, C 10, D 16. 7, 6-ാമത്തെ കാണ്ഡം. ഇതൊക്കെയാണ് മാതാജിക്കുള്ള വിഷമം എന്ന് പറഞ്ഞത്. എല്ലാം എളുപ്പമാണല്ലോ. ഇതൊന്നും വിഷമമില്ല. ഇത് വിഷമമില്ല പറഞ്ഞില്ലേ പ്രഭു. ആദ്യം കുറച്ചൊക്കെ നല്ല ഈസി ആയിരുന്നു, പിന്നെയാണ് ലാസ്റ്റ് ആകുമ്പോ. ഇനി അടുത്ത് ഭഗവത്ഗീത ഭീഷ്മപർവത്തിലെ ഏത് അധ്യായത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? 6 മുതൽ 18 ആണോ, 25 മുതൽ 40 ആണോ, 20 മുതൽ 50 ആണോ, 25 മുതൽ 42 ആണോ? 25 മുതൽ 42. 25 മുതൽ 42 വരെ. ഓപ്ഷൻ ഡി. ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് ഉത്തരം കൺഫ്യൂസ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ക്ലാസ്സിൽ അന്ന് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡി ആണ് ഉത്തരം. ഇനി അടുത്തത് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞ എത്ര ശ്ലോകങ്ങൾ ഉണ്ട്? A 84, B 524, C 41, D 1. 574. 9-ാമത്തെ ഉത്തരം ബി ആണ്, 574. അടുത്ത ഭഗവത്ഗീതയിൽ അർജുനൻ പറഞ്ഞ എത്ര ശ്ലോകങ്ങൾ? A 1, B 84, C 574, D 41. 84. ബി 84. ഉത്തരം ബി ആണ്. ഓക്കെ. ഭഗവത്ഗീതയിൽ പാണ്ഡവരുടെ വിജയത്തിന്റെ മുന്നറിയിപ്പ് സൂചിപ്പിക്കുന്ന ശ്ലോകങ്ങൾ ഏതാണ്? 12 മുതൽ 20 ആണോ, 1 മുതൽ 11 ആണോ? ഇത് രണ്ടും ശരിയാണ്, ഇത് രണ്ടും തെറ്റാണ്. 12 പതിനൊന്നാമത്തേത് ഉത്തരം 12 മുതൽ 20 വരെ. 12 മുതൽ 20 വരെ. ഉത്തരം എ ആണ്. അടുത്ത് യുദ്ധം ചെയ്യാതിരിക്കാനുള്ള 5 കാരണങ്ങൾ സൂചിപ്പിച്ച ശ്ലോകങ്ങൾ അർജുനൻ പറഞ്ഞ 1 മുതൽ 27 വരെയാണോ, 1 മുതൽ 11 ആണോ, 12 മുതൽ 20 ആണോ, 28 മുതൽ 46 വരെ ഉള്ള ശ്ലോകങ്ങളാണോ? 28 മുതൽ 46 വരെയുള്ള ശ്ലോകങ്ങൾ. 28, അതായത് ഓപ്ഷൻ ഡി ആണ്. ഞാൻ സ്ക്രീൻ ഷെയർ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ABCD പറയുന്നതിൽ ഉച്ചാരണ പശ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഉത്തരം നോക്കാൻ വേണ്ടി സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കാം, സംശയമുള്ളവര് അവരവർ പറഞ്ഞത് ശരിയാണോ എന്നുള്ള അറിയാൻ. 12-ാമത്തെ ഉത്തരം ഡി ആണ്. അടുത്ത 13, കുടുംബാചാരങ്ങൾ, പാരമ്പര്യത്തിലുള്ള ധ്വംസനം എന്നിവ അർജുനൻ പ്രതിപാദിച്ച ശ്ലോകങ്ങൾ ഏതെല്ലാമാണ്? 28 മുതൽ 30 വരെയാണോ, 31 മുതൽ 35 ആണോ, 39 മുതൽ 43 ആണോ, 28 മുതൽ 46 വരെയാണോ? 39 മുതൽ 43 വരെയുള്ള ശ്ലോകങ്ങളാണ്. അതായത് ഉത്തരം സി. ഇത് 14-ാമത്തെ ചോദ്യം. ഇന്നത്തെ കുരുക്ഷേത്രം ഏത് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്? എ ഹിമാചൽ പ്രദേശ്, ബി ഡൽഹി, സി പഞ്ചാബ്, ഡി ഹരിയാന. 14 ഡി ഹരിയാനയാണ്. അടുത്ത് കുരു തപസ് ചെയ്തപ്പോൾ ചെയ്ത 8 കാര്യങ്ങൾ, അനുഷ്ഠിച്ച 8 കാര്യങ്ങൾ ഏതെല്ലാമാണ്? എ ബ്രഹ്മചര്യം, ബി ദാനം, സി യജ്ഞം, ഡി എല്ലാം ശരിയാണ്. മോക്ഷപ്രാപ്തി. എല്ലാം ശരിയാണ്. ഡി എല്ലാം ശരിയാണ്. ഡി ആണ്, എല്ലാം ശരിയാണ്. അടുത്ത് 16, കുരുവിന്റെ തപസ്സിൽ സംപ്രീതനായ വിഷ്ണു ഭഗവാൻ എന്ത് വരമാണ് കൊടുത്തത്? എ സ്വർഗപ്രാപ്തി, ബി ഇവിടെ വെച്ച് ആര് മരിച്ചാൽ അവർക്ക് മോക്ഷപ്രാപ്തി ഉണ്ടായിരിക്കും, സി ഇവിടെ എപ്പോഴും യുദ്ധം നടക്കട്ടെ, ഡി ഇവയൊന്നുമല്ല. മോക്ഷപ്രാപ്തി. ബി ആണ് അല്ലെ. 16-ാമത്തെ ഉത്തരം ബി. ഇവിടെ വെച്ചിട്ട് ആര് മരിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന് പറയുന്നത്. ആര് മരിച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് മോക്ഷം സംഭവിക്കും. കുരുക്ഷേത്രത്തിൽ വെച്ച് ആര് മരിച്ചാലും അവർക്ക് മോക്ഷപ്രാപ്തിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാനായിട്ട് കാരണം. അടുത്തത് 17, ഗീത ഭഗവാൻ ആദ്യമായി ഉപദേശിച്ചു കൊടുത്തത് ആർക്കാണ്? എ മനു, ബി വിവസ്വാൻ, സി ഇക്ഷ്വാകു, ഡി ചന്ദ്രൻ. എ വിവസ്വാൻ. ഉത്തരം ബി. ദിവസാനല്ലേ പ്രഭു? അതെ. പ്രഭു അത് ഏഴല്ലേ?
അല്ല, വിവസ്വാൻ ബി ആണ്. ബി ദിവസം ആണ് ബി ഉത്തരം. ആണ്. ബി. ആ വിവസ്വാൻ. ബി ബി ആ വിവസ്വാൻ അതായത് സൂര്യദേവൻ എന്റെ അന്നത്തെ പേര് വിവസ്വാൻ എന്നായിരുന്നു. മനസ്സിലായി? വിവസ്വാൻ വിവസ്വാൻ എന്ന സൂര്യദേവൻ. രണ്ടാമത്തെ ചാപ്റ്ററിൽ പറയും. രണ്ടാമത്തെ ചാപ്റ്ററില്, നാലാമത്തെ ചാപ്റ്ററില്. 4ാമത്തെ ചാപ്റ്ററിലുണ്ട് ഫസ്റ്റ് ശ്ലോകം. ഇമം വിവസ്വതേ യോഗം ആ പ്രോക്തവാനഹം വിവസ്വാൻ മനവേ പ്രാഹ മനുശിക്ഷ ബ്രവീത്. അതെ. രണ്ടാമത്തെ 18ാമത്തേത് ഭഗവാൻ അർജുനനെ ഭഗവത്ഗീത ഉപദേശിക്കാൻ തെരഞ്ഞെടുത്തതിനുള്ള കാരണം എ ബന്ധു ആയതുകൊണ്ട്, ബി സുഹൃത്തായതുകൊണ്ട്, സി ഭഗവാനിൽ അസൂയാലും അല്ലാത്തത് കൊണ്ട്, ഡി എല്ലാം തെറ്റാണ്. ബി ആയിക്കൂടെ പ്രഭു? സുഹൃത്തും ആയിക്കൂടെ? അല്ല, സി സി ആണ് ഭഗവാനിൽ അസൂയാലും അല്ലാത്തത് കൊണ്ട്. സി. അല്ല, സുഹൃത്തും ഭക്തനും എന്ന് എവിടെ പറയണ്ടല്ലോ ഏതൊരു ശ്ലോകത്തില്. സുഹൃത്തും ഭക്തനും ബന്ധുവും ആണ്. പക്ഷെ ഇതിലൊക്കെ ഉപരി ഭഗവാൻ എന്നിൽ അസൂയാലും അല്ലാത്തത് കൊണ്ടാണ് ഭഗവാൻ തെരഞ്ഞെടുത്തത്. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്, ഇതേ പോസ്റ്റിലുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ അസൂയാലും അല്ലാത്തത് കൊണ്ട് മാത്രമാണ് അർജുനനെ തെരഞ്ഞെടുത്തത്. ചിലർക്ക് ഭഗവാനിൽ അസൂയുണ്ട്. കാര്യം ഇതെല്ലാം ആയിരിക്കാം, ഭഗവാന്റെ ബന്ധുക്കളായിരിക്കാം. കാര്യം യാദവരൊക്കെ കണ്ടില്ലേ, ബന്ധുക്കളും മക്കളും ഒക്കെ എന്താണ് അവസാനം തമ്മിൽ തല്ലി മരിക്കുകയാണ് കണ്ടില്ലേ. അവരെല്ലാം അസൂയാലുമായിരുന്നു അല്ലെ. ഭഗവാന്റെ ആ ഒരു പരമദിവ്യോത്തമ പുരുഷത്വത്തിലൊക്കെ അസൂയാലുമായിരുന്നു. യാദവര് മുഴുവൻ എങ്ങനെയാണ് മരിച്ചത്? ഭഗവാന്റെ ബന്ധുക്കളല്ലേ, മക്കളും കൊച്ചുമക്കളും എല്ലാവരും ഉണ്ട്. എല്ലാം പരസ്പരം തമ്മിൽ തല്ലി മരിച്ചില്ലേ. പക്ഷെ അവരെ ഒന്നും ഭഗവാൻ തെരഞ്ഞെടുത്തില്ല. കാര്യം എന്താണ്? അവർക്കൊക്കെ ഭഗവാനിൽ അസൂയ ഉണ്ടായിരുന്നു. അസൂയ, ഈർഷ്യ. നമ്മൾ ഗുരുവായൂരമ്പലത്തിൽ നിൽക്കുന്ന സേവകരെയൊക്കെ കാണത്തില്ലേ, ഈർഷ്യയുണ്ട്, കോപമുണ്ട്. നമ്മളോടൊക്കെ എന്തൊക്കെയാണ് അവരൊക്കെ പറയുന്നത് അല്ലേ. അവർക്ക് ഭഗവാനിൽ ഒരു ഭക്തിയോ പേടിയോ വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പം എന്നിരുന്നാലും ഭഗവാന്റെ സേവകരാണല്ലേ. അപ്പം പക്ഷെ അവരെ ഒന്നും അല്ല തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഭഗവാൻ അർജുനനെ തെരഞ്ഞെടുത്തതിന്റെ കാരണം ഭഗവാനിൽ യാതൊരു വിധത്തിലുള്ള ഈർഷ്യയോ അസൂയോ അങ്ങനത്തെ ഒരു ഇതുമില്ല അർജുനന്. അടുത്ത 19, ഭഗവത്ഗീതയിൽ ഭഗവാനെ വിശേഷിപ്പിക്കുന്ന താഴെ പറയുന്ന ഏത് പേരിലാണ്? എ പരമദിവ്യോത്തമ പുരുഷൻ, ബി ബ്രഹ്മൻ, സി പരമപുരുഷൻ, ഡി എല്ലാം ശരിയാണ്. എല്ലാം ശരിയാണ്. എല്ലാം ശരിയാണ്. 19 പരമദിവ്യോത്തമല്ലേ കൂടുതൽ എഴുതിയിരിക്കുന്ന പ്രഭു? 19 ഡി ആണ്, എല്ലാം ശരിയാണെന്നുള്ളതാണ്. അയ്യോ, പരമദിവ്യോത്തമല്ലേ പ്രഭു? ഏറ്റവും കൂടുതൽ പറയുന്നത് പരമദിവ്യോത്തമ പുരുഷൻ എന്നാണ്, ഏറ്റവും കൂടുതൽ. പക്ഷെ ഇതെല്ലാം ശരിയാണ്. പരമപുരുഷൻ എന്നും പറയുന്നുണ്ട്, അതുകൊണ്ട് അത് എഴുതി പ്രഭു. ബ്രഹ്മൻ പരമദിവ്യോത്തമ എന്നും പറയുന്നുണ്ട്. പക്ഷെ ഉത്തരം ഡി ആണ് ശരി കേട്ടോ. അത് പരമദിവ്യോത്തമ പുരുഷനാണ് എല്ലാം. അടുത്തത് 20, ജീവാത്മാക്കളുടെ മൂലസ്വരൂപം ഏതാണ്? എ അണു, ബി വിഭു, സി കൃഷ്ണസേവകൻ, ഡി യജമാനൻ. കൃഷ്ണസേവകൻ. 20 സി ആണ്. എത്ര എളുപ്പമുള്ള ചോദ്യമാണ് മാതാജി. അതൊക്കെ ശരിയാണ്. പരമദിവ്യോത്തമ പുരുഷനും അത് കൺഫ്യൂസ് ആക്കാൻ വേണ്ടി പ്രഭു ചോദിച്ചതാ. മാതാജി ഇങ്ങനെ ഒരേ പ്രാവശ്യം തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. മാതാജിക്ക് മുഴുവൻ ഉത്തരം ശരിയാണ്. ഇതേപോലത്തെ ചെറിയ മിസ്റ്റേക്കുകൾ പറ്റും, ചെറിയ. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. മാതാജിക്ക് എല്ലാം അറിയാം, പക്ഷെ മാതാജിയുടെ മാർക്ക് വരുമ്പോൾ ഏറ്റവും ഒരുപാട് താഴേക്ക് പോകുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കാര്യം ഇതേപോലത്തെ ചെറിയ കൺഫ്യൂസ് ആയി ചോദിച്ചു. മാതാജിക്ക് കള്ളത്തരം അറിയത്തില്ല അല്ലേ, അതുകൊണ്ടാണ്. അടുത്തത് 21, ഭഗവാന്റെ ആദ്യത്തെ സ്വവിസ്തരണം എ വാസുദേവൻ, ബി സംകർഷണൻ, സി അനിരുദ്ധൻ, ഡി ബലരാമൻ. ബലരാമൻ. അടുത്തത് 22ാമത്തെ ചോദ്യം. ബലരാമന് എത്ര ഗുണങ്ങളുണ്ട്? എ 25, ബി 64, സി 108, ഡി 18. തെറ്റിപ്പോയി. എത്രയുള്ള? 64 64. ഭഗവാനും ബലരാമനും ഒരേ ഗുണങ്ങൾ ഒരുപോലെയാണ്, യാതൊരു വ്യത്യാസവും. ഞാൻ 64 മാത്രം എഴുതിയിരിക്കുന്നു, അതാണ്. ബി 64. 22ന്റെ ഉത്തരം ബി ആണ്, 64. 23, കൃഷ്ണനും ബലരാമനും തമ്മിലുള്ള രണ്ട് വ്യത്യാസങ്ങൾ ഏതെല്ലാമാണ്? എ ബലത്തിലും നിറത്തിലും, ബി നിറത്തിലും ഭാവത്തിലും, സി നിറത്തിലും ഭാവത്തിലും, ഡി വലിപ്പത്തിലും നിറത്തിലും. ഉത്തരം ബി ആണ്. നിറത്തിലും ഭാവത്തിലും. ഉത്തരം ബി ആണ്, നിറത്തിലും ഭാവത്തിലും.
അതായത് ഒരാളുടെ നിറം, ബലരാമന്റെ നിറം വെളുപ്പ്, ഭഗവാന്റെ നിറം കറുപ്പ്. അപ്പൊ നിറത്തിൽ വ്യത്യാസം. ഭാവം, ഭഗവാന്റെ ഭാവം എന്താണ്? ഭോക്താരാം യജ്ഞ തപസാം സർവലോക മഹേശ്വരം, അല്ലെ? ഭഗവാൻ എല്ലാത്തിന്റെയും രൂപത്തിലും ഭാവം ഭോക്താവാണ്, അല്ലെ? ബലരാമനോ സേവകനാണ്, അല്ലെ? ഒരാള് അങ്ങോട്ടേക്ക് ഭോഗം കൊടുക്കുന്നു, മറ്റേയാള് ഭോഗം സ്വീകരിക്കുന്നു. ഒരാള് സേവ കൊടുക്കുന്നു, മറ്റേയാള് സേവ സ്വീകരിക്കുന്നു. എല്ലാം സ്വീകരിക്കുന്ന ആള് സ്വീകർത്താവ് ഭഗവാനും അല്ലെങ്കിൽ ഭോക്താവ് ഭഗവാനും, അത് കൊടുക്കുന്നയാള്, സേവ കൊടുക്കുന്നയാള് കൃഷ്ണ സേവകന്റെ ഭാവമാണ് ബലരാമൻ, അല്ലെ? അതെ. അപ്പം ബി നിറത്തിലും ഭാവത്തിലുമാണ് രണ്ടേ രണ്ട് വ്യത്യാസമുള്ളത്. 24 ബലരാമന്റെ പത്നിയുടെ നാമധേയം എ അശ്വതി, ദേവതി രോഹിണി, ദേവതി രേവതി, ഡി രേണുക. ഈ ആണ് ദേവതി രേവതീകാന്ത എന്നാണ് പറയുന്നത് ബലരാമന്, രേവതീകാന്ത. 25 ബലരാമന്റെ അമ്മ ആരാണ്? എ രേവതി, ബി ദേവകി, സി രുക്മിണി, രോഹിണി ഡി രോഹിണി. അത് രേവതി രോഹിണി തെറ്റി. ആ 20 ബലരാമന്റെ രേണുക അമ്മയുടെ നാമധേയം രോഹിണിയാണ്. 25 രോഹിണിയാണ്. അതറിയാം. രോഹിണി രോഹിണി കാര്യം പത്നി തെറ്റി. ദേവകിയും അമ്മ തന്നെയാണ്. ദേവകിയുടെ ഗർഭത്തിൽ നിന്ന് ആരാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്, ആവേശിച്ചു കൊണ്ടുപോയത്? സംഘർഷൻ, അല്ലേ? സംഘർഷൻ ആകർഷിച്ചു കൊണ്ടുപോയായിരുന്നു ഗർഭം അങ്ങോട്ട്, രോഹിണിയുടെ ഗർഭത്തിലേക്ക്. പക്ഷെ രോഹിണിയാണ് പ്രസവിച്ചത്, അതുകൊണ്ട് രോഹിണി പുത്രനാണ്. 25 ഡി ആണ് ഉത്തരം, രോഹിണി. അടുത്തത് 26 രാധാറാണി ജനിച്ച സ്ഥലം എ റാവൽ, റാവൽ ബി ബർസാന, സി ഗോകുലം, ഡി വൃന്ദാവനം. എ റാവൽ. റാവൽ റാവൽ നമുക്ക് ഓർമ്മയുണ്ട്, അവിടെ കുട്ടികൾക്ക് കുറച്ച് പുസ്തകമൊക്കെ നമ്മൾ പോയപ്പോ ഇത് കൊടുത്തിട്ടുണ്ടോ, ഒരു ഡൊണേഷൻ ഒക്കെ. ആ ഒരു ചെറിയ വളരെ ചെറിയ ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു റാവലിൽ. സ്ഥലം, വളരെ ചെറിയ സ്ഥലം. വളരെ ചെറിയ സ്ഥലം, ഗ്രാമപ്രദേശം. 27 രാധ എന്ന വാക്കിന്റെ അർത്ഥം എ ഗോപിക, ബി സേവിക, സി അകത്തേക്ക് വമിക്കുക, ഡി ധാര. അകത്തേക്ക് വയ്ക്കുക അകത്തേക്ക് അകത്തേക്ക് വമിക്കുക. വയ്ക്കുക ധാര എന്നുള്ളതിന്റെ അകത്തേക്ക് വമിക്കുക. എതിർപദമാണ്, അല്ലെ? ധാര എന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ രാധയാകും. ധാര എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വമിക്കുക, രാധ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് വമിക്കുക. അകത്തേക്ക് എന്താണ് വമിക്കുന്നത്? കൃഷ്ണപ്രേമം, അല്ലെ? തെറ്റി പ്രഭു. കൃഷ്ണപ്രേമം, അതായത് മാധുര്യ പ്രേമ ഭക്തി അകത്തേക്ക് വമിച്ച് ഇരച്ച് കയറുക, അല്ലെ? അതാണ് രാധ. കൃഷ്ണഭക്തി ഉള്ളിലേക്ക് എന്താണ് ഇങ്ങനെ ആദേശിച്ച് കയറുക, അതാണ് രാധ. 28 രാധാറാണി ഭൂലോകത്തിലേക്ക് അവതരിക്കാനുള്ള ശാപം ആരാണ് കൊടുത്തത്? എ സുധാമ, ബി ദുർവാസാവ്, സി ശ്രീധാം മഹിമംഗള്, ഡി ശ്രീധാം. ശ്രീധാം ശ്രീധാമാണ്, ഡി ശ്രീധാം. അടുത്തത് 29 രാധാറാണിയും അച്ഛനും അമ്മയും ആരാണ്? എ നന്ദഗോപുരം, വൃഷഭാനു കീർത്തിത വൃഷഭാനുവും വൃഷഭാനു കീർത്തികയും, കീർത്തിത വസുദേവര് രോഹിണിയും, ഡി വൃഷഭാനുവും ജഡിലയും. കീർത്തിത വൃഷഭാനു ഡി ആണ് ഉത്തരം, വൃഷഭാനുവും കീർത്തികയും. ഡി. ബി 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 ആണ് ഉത്തരം. ശബാനു കീർത്തിത. ആ അതെ. ജഡില ആരാണ്? ജഡില കുടില സഹോദരി ഉണ്ട്. ആ, അത് ഈ രാധാറാണിയുടെ വിവാഹം കഴിച്ച ആളിന്റെ അമ്മ അമ്മ എന്ന് പറഞ്ഞ അയനഗോപൻ എന്നൊക്കെ പറയുന്ന അവരുടെ അമ്മയാണ് ജഡില. അയ്യമ്മ. ഓ ഉം. അടുത്തത് 30ാമത്തെ അവസാനത്തെ ചോദ്യം. രാധാറാണിയുടെ സഹോദരിയുടെ പേര് എ ചിത്രലേഖ, ബി ചന്ദ്രാവലി, സി വിശാഖ, ഡി ലളിത. ചന്ദ്രാവലി. ചന്ദ്രാവലി, ബി ചന്ദ്രാവലി. കറക്കി കുത്തിയത് ശരിയായി. ഈ ചന്ദ്രാവലി, ഞാൻ കഴിഞ്ഞ ദിവസം രാധാറാണിയുടെ ആ ഒരു പാസ്റ്റ് ടൈംസ് പറഞ്ഞപ്പോൾ ചന്ദ്രാവതിയും രാധാറാണിയും ഒരുമിച്ച് അവതരിച്ചു. എന്നിട്ട് അവരെ പർവ്വതത്തിന്റെ മകളായിട്ട് വന്നു. അവിടുന്ന് പൂതന വന്ന് അപഹരിച്ചു. ഒരാള് ഈ ഇങ്ങോട്ട് റാവലിലേക്ക് വീണു, ഒരാള് വൃന്ദാവനത്തിലേക്ക് വീണു എന്നൊക്കെ, അല്ല ഒരാള് മറ്റേ വിരാട് രാജ്യത്തേക്ക് വീണു എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അത് ചന്ദ്രാവലി. അപ്പൊ ചന്ദ്രാവലിയെ അവിടെ എടുത്തു വളർത്തി എന്നൊക്കെ പറഞ്ഞൊരു കഥ ഞാൻ പറഞ്ഞായിരുന്നു പാസ്റ്റ് ടൈംസ് രാധാറാണിയുടെ, രാധാഷ്ടമിയുടെ അന്ന്. ഒരുപാട് തെറ്റും. അമ്മേ. അപ്പൊ അങ്ങനെ ഈ 30 ചോദ്യം കഴിഞ്ഞു. 30 ചോദ്യം കഴിഞ്ഞപ്പോൾ എത്ര പേർക്ക് എത്രയൊക്കെ ശരിയായി എന്ന് നമുക്ക് ഒന്ന് നോക്കാം.
അപ്പോ ഞാൻ എന്തായാലും ഒരു പേപ്പർ ഒക്കെ എടുക്കട്ടെ. സ്റ്റോപ്പ് ഷെയർ. അപ്പൊ 30-ൽ 30 ശരിയായിട്ടുള്ളവര് എത്ര പേർ? മാധവിരാധ മാതാജി എല്ലാം ശരിയായിരുന്നോ? ഓക്കെ. 29 ആ കൂട്ടിനെ ഉള്ളോ? എന്നാ കൂട്ടിക്കോ, ഞാൻ സമയം തരാം. മുപ്പത് ചോദ്യമുള്ള കാരണം കൂട്ടാനായിട്ട് ചില ബുദ്ധിമുട്ടായിരിക്കും. എന്നാ കൂട്ടിക്കോളൂ. 22 ഉള്ളൂ. അതല്ലേ. ഓക്കെ. 29 എണ്ണം ശരിയാക്കിയവർ ഇല്ല. 28 ഇല്ല. 27 ആരാണ്? രാധാമാതാജിക്ക് 27 ശരിയാണോ? ഇല്ല. ഒരു രാധാമാതാജി ഉണ്ട്. ഞാനാണോ? 21. 21 ആണോ? ഓക്കെ. ഇനി 26 26 എനിക്ക് ഉണ്ട് പ്രഭു. 4 തെറ്റി എനിക്ക്. എനിക്കും ഉണ്ട്. 2 പേർ. 3 പേർക്കോ? ആ. അതായത് സതി മാതാജി, രാധിക മാതാജി, ഗീതാ മാതാജി. 26 മാർക്ക്. 26 മാർക്ക്. ഇനി 25. 26. 26. ഇനി 25. 4 തെറ്റി. 25 ഭാരതി മാതാജി. 24. 24 സുജന മാതാജി. ഹരി ബോൾ. 2-3 ആഴ്ചയായിട്ട് 24 പനിയൊക്കെ ആയിരുന്നു. എനിക്ക് സുജന മാതാജി, പ്രഭു വിലാസിനി മാതാജി. 24 വിലാസിനി പ്രഭു മാതാജി 24 മാർക്ക്. മാതാജി എന്നാൽ ഇത്രയും നാള് സുഖമില്ലായിരുന്നിട്ടൊക്കെ ഇത്രയൊക്കെ ശരിയാക്കിയല്ലോ. ഞാൻ പ്രതീക്ഷിച്ചില്ല, പക്ഷെ പറഞ്ഞു കുത്തിയതെല്ലാം ശരിയായി. അതാണ് ഞാനും ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല പ്രഭു. ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്ടാണ് ഞാനും മേടിച്ചത്. അതെ. അതാ പറയാ, ഞാൻ ഓപ്ഷൻസ് അങ്ങ് എടുത്തു കളയായിരുന്നല്ലോ. അതെ, ഓപ്ഷൻസ് വേണ്ട, അതാണ് രസം. അതെല്ലേ. അപ്പോഴാണ് ശരിക്കും ആൻസർ. ഓപ്ഷൻസ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മുട്ടയായിരിക്കും. അല്ല, ഈ ഇല്ല, കഴിഞ്ഞ ഓപ്ഷൻസ് പ്രാവശ്യം എഴുതുന്നതാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. കാര്യം ഓപ്ഷൻസ് എഴുതാതെയാണെങ്കിൽ എനിക്ക് ഒരു പ്രിപ്പറേഷന്റെ ആവശ്യമില്ല. ഞാൻ വന്നങ്ങ് ചോദിച്ചാൽ മാത്രം മതി. സതിമാതാജി കഴിഞ്ഞ പ്രാവശ്യം ഓപ്ഷൻസ് പകുതി ഉണ്ടായിരുന്നുള്ളൂ, പകുതി ഇപ്പൊ പ്രഭു തന്നില്ല, ഞങ്ങള് സന്നദ്ധാൻ എഴുതി. അപ്പോഴത്തേനും ആൾക്കാര് വെള്ളം കുടിക്കായിരുന്നു. ഓപ്ഷൻസ് കൂടെ വേണം, എന്നാലും നമുക്ക് വായിച്ചൊന്ന് ഓപ്ഷൻസ് മനസ്സിലാവും. വേണം, അല്ലെങ്കിൽ ചിലപ്പോ നമ്മൾ മറന്നു പോകും, ചിലതൊക്കെ മറന്നു പോകും. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് കേൾക്കുമ്പോ ഇതാണെന്നുള്ള ഓർമ്മ വരുമല്ലോ. ഓർമ്മ വരുമല്ലേ. പക്ഷെ പ്രഭു ഓപ്ഷൻസ് ഇല്ലാണ്ടിരുന്ന അത് നമ്മൾ ഒരു പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് നല്ലോണം പോകും. അത് നമ്മൾ തെറ്റി എഴുതി. ശരിയാ. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി പപ്പാതിയാക്കാം അല്ലെ. അതായത് ഓപ്ഷൻസ് വേണ്ട ഒരു കൂട്ടരുണ്ട്, ഓപ്ഷൻസ് വേണ്ടാത്തവരുണ്ട്. അപ്പൊ നമുക്ക് പപ്പാതി 50-50 ആക്കാം. പരമദിവ്യോത്തമ പുരുഷനെ എന്നെ തെറ്റാക്കി പ്രഭു, അല്ലെങ്കിൽ അത് അതെ. ഞാനും അങ്ങനെയാണ് എഴുതി. ഇനി അടുത്തത് 23 എണ്ണം ശരിയാക്കിയവര്. 22 ആരോ ഉണ്ടല്ലോ. 22 മാധവി രാധ മാതാജി. 22 പ്രഭു എനിക്ക്. ഹരേ കൃഷ്ണ. എന്നാ പറ്റി മാതാജി? ഇത്രയും മാതാജി നല്ല ഏറ്റവും മുൻനിരയിൽ തന്നെ കാണുന്നു. മാതാജിക്ക് ഇന്നത്തെ പറ്റി പത്മ മാതാജി എല്ലാം അറിയാൻ വയ്യാതെ പോയി. ഇതെല്ലാം സംശയം വന്നു. സംശയം വന്നല്ലേ. മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അത് താൻ അല്ലയോ ഇത് എന്ന് വർണ്ണിയത്തിൽ ആശങ്ക അങ്ങനെ ഒരു അത് താൻ അല്ലയോ ഇത് എന്ന് തോന്നിക്കാണും അല്ലെ. എന്ന് പറഞ്ഞ ആശങ്ക ഉണ്ടായി. അതാണ് പറ്റിയത് അല്ലെ. ഞാൻ
ഞാൻ ഒരുപാട് പറഞ്ഞു ശരിയാണ്. ഉൽപ്രേക്ഷ ഉപമയൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ പഠിച്ചതാണ് ഞാൻ. പറഞ്ഞത് തെറ്റിപ്പോയിട്ടില്ലല്ലോ അല്ലേ? ഇതൊക്കെ തന്നെയല്ലേ? പിന്നെ വേറൊരെണ്ണം ഉണ്ടല്ലോ, അവർണ്യത്തോട് വർണ്ണ്യത്തിൻ അഭേദം ചൊൽക രൂപകം അല്ലേ? അങ്ങനെയല്ലേ? രൂപകം. പിന്നെ വേറൊരെണ്ണം ഉണ്ടല്ലോ, മൂന്നും രണ്ടും രണ്ടും മൂന്നും രണ്ടും രണ്ടെന്ന എഴുത്തുകൾ മൂന്നും 14 നാലും ആറുകിടം എഴുത്തുകൾ പാദം രണ്ടിലും നാലും ഒന്നുപോൽ പാദം രണ്ടിലും ഒന്നുപോൽ രണ്ട് ഗുരു ഒന്നെങ്കിലും മൂന്നും ഗുരു നാലാതോരോ ഒന്നെങ്കിലും ഗണത്തിലും വേണം മാറാതോരോ ഗണത്തിലും പിന്നെ നടുക്ക് എരി ശ്രദ്ധ പാദാതി പൊരുത്തം ഇത് കേകയാ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ശ്രദ്ധകാവലി വൃത്തത്തിൽ രണ്ടാം പാദ്യത്തിൽ അന്ത്യമാ എന്നാൽ രണ്ടക്ഷരം രണ്ടക്ഷരം കുറച്ചിടും കുറച്ചിടിൽ അത് മഞ്ജരിയാകും. ചിലതൊക്കെ ഓർമ്മയുണ്ട് പ്രഭു, ചിലതൊക്കെ ഒന്നിനൊന്നോട് സാദൃശ്യം ചൊന്നാൽ ഉപമയാമത് അല്ലെ? ഓർമ്മയാകുന്നത്. ഇതൊക്കെയാണ്. എത്രയോ പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. ഇപ്പൊ റീസെന്റ് പഠിച്ച കാര്യങ്ങൾക്കൊന്നും ഓർമ്മയില്ല. അതാണ് നമ്മുടെ അത് അവസ്ഥ. ശരിയാണ്. അപ്പൊ ഇനി ആരാണ് ഇതിനകത്ത് മാർക്ക് പറയാനുള്ള? എല്ലാവരും പറഞ്ഞു അല്ലെ? ലൈല മാതാജി എത്ര മാർക്ക് ഉണ്ടായിരുന്നു? ശാന്തകുമാരി മാതാജിക്ക് എനിക്ക് 17 ഉള്ളൂ പ്രഭുജി. എനിക്ക് 18 പ്രഭുജി. ആ ഹരി ബോൾ. ശാന്തകുമാരി മാതാജി 17 ഉള്ളൂ. 16 അതെ അല്ലേ? ആ ഹാ ഹാ. കൃഷ്ണകുമാരി മാതാജിക്ക് എത്രയായിരുന്നാ പറഞ്ഞേ? 3 പേര് ഒരുമിച്ച് പറഞ്ഞാറ് ഞാൻ കേട്ടില്ല. കൃഷ്ണകുമാരി മാതാജിക്ക് എത്രയെന്നാണ് പറഞ്ഞത്? കൃഷ്ണകുമാരി മാതാജി എത്രയെന്നാ പറഞ്ഞേ? 17 പ്രഭുജി. 17 അല്ലേ? 17. അപ്പൊ നമ്മള് വളരെ എളുപ്പമുള്ള കാര്യങ്ങള് നമ്മൾ പലതവണ പറഞ്ഞതും നമ്മൾ ഭക്തിവിഷയ ക്ലാസ്സുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതെല്ലാം. അത് കഴിഞ്ഞ് രണ്ടാമത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ഓർമ്മ നിൽക്കുന്നില്ല. എനിക്ക് ഈ അസുഖം കഴിഞ്ഞ പിന്നുള്ള ഒരു ഇതാ എനിക്ക് ഓർമ്മ നിൽക്കുന്നത്. ഞാൻ വായിച്ച ഇതെല്ലാം വായിച്ചതായിരുന്നു സന്ധ്യക്ക് ഇരുന്ന്, പക്ഷെ മറന്നു പോകും. അതെ അല്ലേ? ആ ഹാ. ഇത് വന്നു കഴിഞ്ഞ പിന്നുള്ള ഒരു ഇതാ, അതങ്ങ് മറന്നു പോകും. അതെയോ? ആ ഹാ. കഴിഞ്ഞ മാസത്തെക്കാട്ടിലും എന്റെ ബെറ്റർ. ഞാൻ സന്ധ്യക്ക് ഇരുന്ന് വായിച്ചു. ആ അതെ. സാരമില്ല മാതാജി. മാതാജി ഇന്നലെ അറ്റൻഡ് ചെയ്തല്ലോ, പങ്കെടുക്കാതിരുന്നില്ലല്ലോ. ചിലര് പങ്കെടുക്കാതെ ഒഴിവാക്കിയിരുന്ന ആൾക്കാർക്കോ നമ്മളിത് പങ്കെടുക്കുന്ന എണ്ണമാണ് നമുക്കിതിന് കൂടുതൽ പ്രചോദനമാകുന്നത്. അപ്പൊ നമ്മള് പങ്കെടുത്തു, അറ്റൻഡ് ചെയ്തു. അത് തന്നെ വലിയ കാര്യം. പ്രഭു, ഞാൻ മാതാജിയെ കണ്ടില്ലല്ലോ. ജ്ഞാനാംബിക മാതാജിയെ കണ്ടില്ല, കേറിയില്ലായിരുന്നോ? ജ്ഞാനാംബിക മാതാജി മെസ്സേജ് ഗ്രൂപ്പിൽ കിടപ്പുണ്ട്. ഞാനത് ഈ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് കേട്ട് നോക്കി. എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തോ മാതാജി പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പിൽ കിടപ്പുണ്ട്. എന്താണെന്ന് പ്രഭു, എനിക്കറിയാം. ഉച്ചക്കലത്തെ ക്ലാസ്സിലുണ്ടായിരുന്നു. ത്തിന്റെ എനിക്ക് മൊത്തം കിട്ടിയില്ല. ഭഗവാന്റെ ആദ്യത്തെ വിസ്തരണം, വിസ്തരണം. ഭഗവാന്റെ എക്സ്പാൻഷൻസ് ആണ് അതെല്ലാം. അതായത് എവിടം വരെയാണ്? ഞാൻ അതിനെപ്പറ്റി ഒരുപാട് ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. ഭഗവാന്റെ സ്വവിസ്തരങ്ങൾ അല്ലെങ്കിൽ സർഗസൃഷ്ടി എന്ന് പറയും. സർഗസൃഷ്ടി ഭാഗവതത്തില് പറയുന്നത് സർഗസൃഷ്ടിയെ പറ്റി. എവിടം വരെയാണ് സർഗസൃഷ്ടി വരുന്നത്? ഫസ്റ്റ് രാധാകൃഷ്ണന്മാരിൽ നിന്ന് ഫസ്റ്റ് എക്സ്പാൻഷൻ ബലരാമൻ, പിന്നീട് ഒന്നാം ചതുർവ്യൂഹം. ആരൊക്കെയാണ് ഒന്നാം ചതുർവ്യൂഹം? ആരോ മൈക്ക് ഓണാക്കിയിടുമ്പോ എക്കോ വരുന്നുണ്ട്. അതുകൊണ്ട് ഒന്നാം ചതുർവ്യൂഹം സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, വാസുദേവൻ. അതാണ് ഒന്നാം ചതുർവ്യൂഹം. പിന്നെ അടുത്ത സംഘർഷണിൽ നിന്ന് ആരുണ്ടായി? നാരായണൻ. നാരായണനിൽ നിന്ന് പിന്നെ രണ്ടാം ചതുർവ്യൂഹം വന്നു. അത് മഹാസംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, വാസുദേവൻ. അങ്ങനെ മഹാസംഘർഷണിൽ നിന്ന് പിന്നീട് പുരുഷാവതാരങ്ങളുണ്ട്. ആരൊക്കെയാണ് പുരുഷാവതാരങ്ങള്? ക്ഷീരോദകശായ വിഷ്ണു, അങ്ങനെയല്ല തുടങ്ങുന്നത് അങ്ങനെയല്ല. കാരണോദശകായ വിഷ്ണു, കാരണോദശകായ വിഷ്ണു, ഗർഭോദശകായ വിഷ്ണു, ക്ഷീരോദശകായ വിഷ്ണു. കാരണോദശ വിഷ്ണുവാണ് എല്ലാത്തിന്റെയും കാരണം. അദ്ദേഹത്തിന്റെ ഉള്ളിലാണ് സർവ ചരാചരങ്ങളിൽ ശയിക്കുന്നത്. അപ്പൊ എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു ശ്വാസത്തിൽ കൂടെ, രോമകൂപങ്ങളിൽ കൂടെ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങള് പുറത്തേക്ക് വമിക്കുന്നു. ആ ഓരോ ബ്രഹ്മാണ്ടങ്ങളിലും എന്താണ്? ഗർഭോദശയായി വിഷ്ണു വന്ന് പ്രവേശിക്കുന്നു. അങ്ങനെ നമ്മളിപ്പോ താമസിക്കുന്ന ഈ ബ്രഹ്മാണ്ടത്തിൽ വന്നിട്ട് പ്രവേശിച്ച ഗർഭോദശ വിഷ്ണുവിന്റെ നാഭിപങ്കജത്തിൽ നിന്ന് ഒരു താമരയുണ്ടായി. ഈ താമരത്തണ്ടിലാണ് ഈരേഴ് 14 ലോകങ്ങളും ശയിക്കുന്നത്.
അതിലെ ഏറ്റവും താമരയുടെ അറ്റത്ത് ആദ്യത്തെ ജീവാത്മാവായ ബ്രഹ്മദേവൻ പൂജാതനായി. അപ്പൊ സർഗ സൃഷ്ടി അവിടെ കൊണ്ട് കഴിഞ്ഞു ബ്രഹ്മദേവൻ അല്ലെ. എന്നിട്ട് ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? ബ്രഹ്മദേവന് നോക്കിയിട്ട് ചുറ്റും നോക്കിയിട്ട് ഒന്നും മനസ്സിലായില്ല. 4 പുറം തിരിഞ്ഞു നോക്കിയപ്പോൾ 4 തലകളുണ്ടായി. അപ്പൊ അദ്ദേഹത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു ആദിയിൽ വചനം ഉണ്ടായി. ആ വചനം എന്തായിരുന്നു? തപ 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 എന്നായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെ അദ്ദേഹം ധ്യാനിച്ചിരുന്നു. വർഷങ്ങളോളം, ആയിരക്കണക്കിന് വർഷങ്ങൾ ധ്യാനിച്ചിരുന്നു. അപ്പൊ ആ ധ്യാനത്തിന്റെ ഒടുവില് ഭഗവാൻ എന്ത് ചെയ്തു? ഗർഭോദശകായ വിഷ്ണു അദ്ദേഹത്തിന് എന്ത് കൊടുത്തു? ജ്ഞാനം കൊടുത്തു. ജ്ഞാനം കൊടുത്തു. അങ്ങനെ ജ്ഞാനം ഏതിൽ കൂടെ? ഗായത്രിയിൽ കൂടെ കൊടുത്തു. അങ്ങനെ ഗായത്രി ഉപദേശിച്ചു കൊടുത്തു. ആ ഗായത്രിയിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ചിട്ട് അദ്ദേഹം എന്താണ്? വേദങ്ങള് അല്ലെ, വേദങ്ങളെ പറ്റി മനസ്സിലാക്കി. ഈ വേദങ്ങളാണ് അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന്റെ സൃഷ്ടി തുടങ്ങി കഴിയുമ്പോൾ നാരദമുനിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത്. ആ നാരദമുനി അത് വ്യാസദേവന് കൊടുത്തു. വ്യാസദേവൻ നമുക്ക് തന്നെ എന്തായിട്ടു? ഈ വേദങ്ങളെ 4ആയിട്ട് പകുത്തു അല്ലെ. 4 വിഭാഗങ്ങളായിട്ട് പകുത്തിട്ടാണ് നമുക്ക് തന്നത് അല്ലെ. ശരിക്കും ആ ഒരു ഗായത്രി മന്ത്രത്തിൽ നിന്ന് കിട്ടിയ അറിവ് കൊണ്ട് അതിലെല്ലാം അടങ്ങിയിരുന്നു. അതിൽ നിന്ന് ആണ് ഇതൊക്കെ വന്നത്, ഈ വേദങ്ങളൊക്കെ വന്നത്. ഈ വേദങ്ങൾ തന്നെ നമുക്കിപ്പോൾ കലിയുഗത്തിൽ അത് ആർക്കും പഠിക്കാനായിട്ടൊന്നും യോഗ്യതയില്ല, പഠിച്ചാലിട്ടും മനസ്സിലാകത്തുമില്ല. അത് പഠിക്കേണ്ട ആവശ്യമില്ല. വേദത്തിന്റെ അന്ത്യം എന്താണ്? ഈ വേദങ്ങളിലൂടെ ഒക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ആരെ പറ്റി നമ്മൾ അറിയുന്നത്? ഭഗവാനെ പറ്റിയാണ്. വേദാന്തം എന്ന് പറഞ്ഞാൽ ഭഗവാനാണ് അല്ലെ. വേദങ്ങളുടെ അന്ത്യം ആരെ മനസ്സിലാക്കാനാണ് വേദങ്ങളെല്ലാം ഒരുമിച്ച് പറയുന്നത്? വേദങ്ങളും ഉപനിഷത്തുകളും ഒരുമിച്ച് പറയുന്നത്. വേദോ ശാസ്ത്രം പരം നാസ്തി നദൈവം കേശവാത്പരം. ഈ വേദങ്ങളിലും ഉപനിഷത്തുകളിലും എല്ലാം പോയി പരതിയാലും നമുക്ക് അവസാനം കിട്ടുന്നതാണ് നദൈവം കേശവാത്പരം. കേശവനല്ലാതെ ഒരു ദൈവം ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ. അപ്പൊ പിന്നെ നമ്മൾ ഈ കലിയുഗത്തിൽ വേദങ്ങൾ പഠിക്കാണ്ട് നമുക്കിപ്പോ ഇത്രയും ഈ വെറും 30 ചോദ്യം, വളരെ സാധാരണപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പോലും നമുക്ക് അറിയാനായിട്ട് പറ്റുന്നില്ല. നമുക്ക് പഠിക്കാനോ ഓർത്തിരിക്കാനോ ഉള്ള കഴിവുകൾ നമുക്കില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്തിനാ വേദം പഠിക്കാനായിട്ട്? നമുക്ക് എന്താ യോഗ്യതയുള്ളൂ? നമുക്ക് മനസ്സിലാകുമോ? നമ്മൾ കടിച്ചാപ്പൊട്ടുകാലത്ത് സംസ്കൃതമൊക്കെ പോയി എന്തിനാ പഠിക്കുന്നത്? അത് പഠിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. അപ്പൊ കലിയുഗത്തില് എന്താണ്? ഈ വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ പോയി നമ്മൾ സമയം മെനക്കെടുത്താൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് വളരെ എളുപ്പത്തിൽ ജപിക്കാവുന്ന മന്ത്രം ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം ജപിക്കുക, ഭഗവാനെ പറ്റി സ്മരിക്കുക, ഭഗവാന്റെ ലീലകളെല്ലാം കേൾക്കുക. ഭഗവാന്റെ ലീലാസ്മരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾ ഭഗവാന്റെ ആ ഓരോ ലീലകളും ഇനിയിപ്പോൾ കാർത്തിക മാസം അല്ലെങ്കിൽ ദാമോദര മാസം വരാൻ പോവാണ്. എനിക്ക് തോന്നുന്നു 10-15 ദിവസത്തിനുള്ളിൽ 18-ാം തീയതിയാണെന്ന് തോന്നുന്നു. എനിക്ക് 18-ാം തീയതിയാണ്. അപ്പം 18-ാം തീയതി, ഇന്നിപ്പോൾ 4-ാം തീയതിയായി. 18-ാം തീയതിയാണ്. ഇനി ഒരു 14 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാർത്തിക മാസം വരുവാണ്. അപ്പം വൈഷ്ണവരുടെയൊക്കെ ഒരു ചാകരയാണ് ആയിട്ടുള്ള മാസമാണ് അല്ലേ. കാര്യം ഏറ്റവും കൂടുതൽ ഭക്തന്മാരെ കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവരുന്ന മാസമാണിത്. അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ പ്രവർത്തിക്കേണ്ടതും നമ്മൾ കരുതിയിരിക്കേണ്ടതും നമ്മൾ സേവനം ചെയ്യേണ്ടതും ദാനം ചെയ്യേണ്ടതും നമ്മൾ നാമം ജപിക്കേണ്ടതും എല്ലാം ഈ ഒരു മാസത്തിലുണ്ട്. വൈഷ്ണവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ് കാർത്തിക മാസം. അതുപോലെ വേറൊരു മാസമുണ്ട്, വൈശാഖ മാസം. അപ്പൊ ഈ കാർത്തിക മാസത്തിൽ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അത് ഇൻറ്റു 1000 ആണ്. അല്ലെങ്കിൽ എന്ത് ചെയ്താലും ഒരു നാമം ജപിച്ചു കഴിഞ്ഞാൽ 1000 നാമത്തിന്റെ ഫലം. ഒരു പശുവിനെ ദാനം ചെയ്തു കഴിഞ്ഞാൽ 1000 പശുവിനെ ദാനം ചെയ്ത ലാഭം. ഒരു ബ്രാഹ്മണന് ഒരു അന്നം കൊടുത്തു കഴിഞ്ഞാൽ അത് 1000 പേർക്ക് കൊടുത്ത ഫലം. അപ്പൊ അങ്ങനെയാണ്. അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഈ കാർത്തിക മാസത്തിൽ ഫലം ഇരട്ടിയാണ്. അപ്പൊ അങ്ങനെ എന്താണ്, അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. നമ്മൾ വേദാധ്യയനത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ഈ ബ്രഹ്മദേവൻ അവിടെ നിന്നിട്ട് വിസർഗ സൃഷ്ടി ചെയ്തു. ബ്രഹ്മദേവനിൽ നിന്ന് ബ്രഹ്മദേവൻ ആദ്യമായിട്ട് സൃഷ്ടിച്ച മനുവിനെ സൃഷ്ടിച്ചു, പ്രജാപതിമാരെ സൃഷ്ടിച്ചു. എന്നിട്ട് അവരോടൊക്കെ സൃഷ്ടികർമ്മം നടത്താൻ പറയുന്നു. അപ്പൊ സൃഷ്ടിക്കുള്ള ഇൻഗ്രീഡിയൻസ് ഇല്ല. ഇൻഗ്രീഡിയൻസിന് വേണ്ടിയിട്ട് വീണ്ടും ഭഗവാനെ ആശ്രയിച്ചപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? പ്രകൃതിയെ സൃഷ്ടിച്ചു. എന്നിട്ട് ആ പ്രകൃതിക്ക് എന്താണ് ഫലഭൂയിഷ്ടമാക്കി. എന്നിട്ട് 24 മൂലകങ്ങളും പിന്നെ പരമാത്മാവിനെയും ഒക്കെ കൊടുത്തിട്ട് കാലവും എല്ലാം കൂടെ കൊടുത്തിട്ട് ഈ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നീ സൃഷ്ടി നടത്താൻ പറഞ്ഞു. അങ്ങനെ പഞ്ചഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങള്, കർമ്മേന്ദ്രിയങ്ങളെ, ജ്ഞാനേന്ദ്രിയങ്ങളെ, മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം, ജീവാത്മാവ്, പരമാത്മാവ്, കാലം, ഇതിനെയൊക്കെ കൊടുത്തിട്ട് ഇത്രയും ഘടകങ്ങളെ കൊടുത്തിട്ട് നീ സൃഷ്ടി നടത്തിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ബ്രഹ്മദേവനാൽ സൃഷ്ടി നടത്തിയ എല്ലാവരുടെയും എല്ലാ ചരാചരങ്ങളുടെയും ഉള്ളിൽ ഹൃദയത്തില് ഭഗവാൻ വന്ന് പ്രവേശിക്കുന്നു. ആ ഭഗവാന്റെ പേരാണ് ക്ഷീരോദശകായി വിഷ്ണു. എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാവായിട്ടിരിക്കുന്ന, പരമപുരുഷനായിട്ടിരിക്കുന്ന ഭഗവാൻ ക്ഷീരോദശകായി വിഷ്ണു.
അദ്ദേഹത്തിന്റെ അടുത്താണ് ഈ ദേവന്മാരെല്ലാവരും പോയി സങ്കടങ്ങൾ ഉണർത്തിക്കാറുള്ളത്. ക്ഷീരസാഗര ക്ഷീരസാഗര തീരത്ത് അവിടെ ഏത് മന്ത്രം ജപിച്ചിട്ടാണ് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തുന്നത്, ഭഗവാനെ പ്രസാദിപ്പിക്കുന്നത്? പുരുഷ സൂക്തം. പുരുഷ സൂക്തം. അപ്പൊ പുരുഷ സൂക്തം ചൊല്ലി ഭഗവാൻ സംപ്രീതനായാൽ മാത്രം ഭഗവാൻ ആവിർഭവിക്കും. അല്ലാതെ ഭഗവാൻ ഇപ്പോഴും അവിടെ ദൃശ്യനല്ല. കാര്യം അങ്ങോട്ടേക്ക് ആർക്കും പ്രവേശനം ഇല്ല. ഭഗവാൻ അതിന്റെ അതിരിലേക്ക് വരുവാണ് ചെയ്യുന്നത്, അല്ലേ? ഇവർക്കൊന്നും അങ്ങോട്ടേക്ക് പ്രവേശനം ഇല്ല വൈകുണ്ഠത്തിലേക്ക്. ഭഗവാൻ അവിടെ ക്ഷീരസാഗരത്തിൽ പ്രത്യക്ഷനാകുകയാണ്. അതിന്റെ ബോർഡറിലാണ് ഇവർ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഇതാണ് ഈ നമ്മുടെ ഈ പറഞ്ഞ സൃഷ്ടിയുടെ ആ ഒരു ഇത്, സർഗസൃഷ്ടി. അത് സുവിസ്തരണം എന്ന് നമ്മുടെ വിലാസിനി മാതാജി പറഞ്ഞതിൽ നിന്നാണ്. അപ്പൊ ഭഗവാന്റെ സുവിസ്തരണങ്ങള് ബ്രഹ്മദേവൻ വരെ വരുന്നുണ്ട്, സർഗസൃഷ്ടി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഈ അവതാരങ്ങളും അതും ഇതെല്ലാം വരുന്നുണ്ട്. അതെല്ലാം വരുന്നത് ഈ പറയുന്ന ആരിൽ നിന്നാണ്? എന്താ പറയുന്നത്, ഈ ഗർഭോദശകായ വിഷ്ണു. അവിടെയാണ് ഈ സൃഷ്ടിസ്ഥിതി സംഹാരം, അതുപോലെ തന്നെ നമ്മുടെ ഈ അവതാരങ്ങളും എല്ലാം വരുന്നത് ഈ പറയുന്ന നമ്മുടെ ഈ ബ്രഹ്മാണ്ടങ്ങളിലാണ് വരുന്നത്, അല്ലേ? അതുപോലെ ഈ ഓരോ അവതാരങ്ങൾക്കും, ഭഗവാന്റെ ഓരോ അവതാരങ്ങൾക്കും ഓരോ ധാമുണ്ട്. ഉപരിലോകത്തിൽ ഓരോരോ സ്ഥലം. നരസിംഹ ഭഗവാന് ധാമമുണ്ട്, അതുപോലെ ശ്രീരാമചന്ദ്ര ഭഗവാനുണ്ട്, അയോധ്യാധാമുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ഓരോ ഭഗവാന്മാർക്കും, ഈ ചൈതന്യ മഹാപ്രഭുവിനും ധാമമുണ്ട്, ചൈതന്യധാമം. അങ്ങനെ ഓരോ ധാമങ്ങൾ ഉപരിലോകത്തുണ്ട്. അപ്പൊ ദേവിക്കുണ്ട്, അതായത് നമ്മുടെ ദുർഗാദേവിക്ക് ധാമുണ്ട്, ദേവീധാമ, മഹേശധാമുണ്ട്. നമ്മൾ ഈ ഭൂലോകത്തിൽ കാണുന്ന കൈലാസമല്ല, മഹാദേവന് ധാമമുണ്ട്, മഹേശധാമം എന്ന് പറയും. നമ്മുടെ ബ്രഹ്മസംഹിതയിൽ ആ ധാമത്തിനെ പറ്റി പറയുന്നുണ്ട് പ്രത്യേകം. അപ്പം അങ്ങനെയാണ്. അപ്പം ഈ ഭഗവാന്റെ ഈ പറയുന്ന സ്വവിസ്തരണങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റി അല്ലെങ്കിൽ സാമ്യതയെ പറ്റി പറയുന്ന ഒരു ശ്ലോകമുണ്ട് ബ്രഹ്മസംഹിത. ഏതാണെന്നറിയാമോ? ദീപാർച്ചരേവ എന്ന് പറഞ്ഞ ആ ശ്ലോകം ഓർമ്മയുണ്ടോ? അത് നോക്കേണ്ടി വരും പ്രഭു. ഏതാണ്? ദീപാർച്ചരേവ ദീപാർച്ചിരേവ ഹി ദശാന്തരമഭ്യസേത്യ ദീപായതോ വിവിധഹേതു സമാനധർമ്മ യസ്താതൃക് ഏവ ഹി ച വിഷ്ണുദയാ വിഭാതി പുരുഷം തമഹം ഭജാമി. അതിന്റെ അർത്ഥം എന്താണ്? ഒരു ദീപത്തിൽ നിന്ന് മറ്റൊരു ദീപം കൊളുത്തി അതിൽ നിന്ന് വീണ്ടും വീണ്ടും അനേകായിരം ദീപങ്ങൾ അവിടുന്ന് കൊളുത്തി കഴിഞ്ഞാലും ആദ്യത്തെ ദീപത്തിന്റെ പ്രഭ പോലെ തന്നെ അതെല്ലാം ഒരുമിച്ച് നിന്ന് കത്തും, അല്ലേ? അതിനെന്തെങ്കിലും വെളിച്ചത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുണ്ടാവുമോ? ഇല്ലല്ലോ. ആദ്യത്തെ ദീപത്തിന് എന്തെങ്കിലും മൂല്യച്യുതി ഉണ്ടാവുമോ? ഒരു ദീപത്തിൽ നിന്ന് മറ്റു ദീപങ്ങൾ കൊളുത്തിയെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഭഗവാനിൽ നിന്ന് കൊളുത്തിയ ദീപങ്ങളാണ് അത് മുഴുവൻ, അവതാരങ്ങളല്ല. ഭഗവാനും അതുമായിട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുമോ? ഇല്ല. ഒരു ദീപത്തിൽ നിന്ന് മറ്റൊരു ദീപം കൊളുത്തി, അത് ഭഗവാന്റെ സ്വവിസ്തരണങ്ങളാണ് അതെല്ലാം, അല്ലേ? അപ്പൊ ഭഗവാനിൽ നിന്ന് വ്യത്യാസങ്ങളൊന്നുമില്ല. അനേകായിരം ദീപങ്ങൾ ഒരുപോലെ പ്രഭ ചൊരിയുന്ന പോലെ അവരെല്ലാവരും ഒരുപോലെ പ്രഭ ചൊരി എന്ന് കാണിച്ചിരിക്കുന്ന ശ്ലോകമാണ്. ഒരു ദീപത്തിൽ നിന്ന് കൊളുത്തിയ അനേകായിരം ദീപങ്ങൾ പോലെ തന്നെയാണ് ഈ ഭഗവാനും ഭഗവാന്റെ ഈ പറയുന്ന അവതാരങ്ങളും, അല്ലേ? അത് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നു ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ എല്ലാ ആഴ്ചയിലും കൂടുതൽ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പരാതിയുള്ള ഞാൻ നിർത്തിയേക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? അല്ലെങ്കിൽ അല്ല പ്രഭു, ഭഗവാൻ ആദ്യം മനുവിനെ ഉപദേശിച്ചു കൊടുത്തു ഗീത. അത് ആ ഒരു ഓർഡർ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഭഗവാൻ ആദ്യം സൂര്യദേവനായ വിവസ്വാന് ഉപദേശിച്ചു കൊടുത്തു. വിവസ്വാൻ പറഞ്ഞു. വിവസ്വാൻ ഉപദേശിച്ചു കൊടുത്തു. വിവസ്വാനിൽ നിന്ന് മനുവിൽ നിന്ന് ഇക്ഷ്വാകു. ഞാൻ ആ ശ്ലോകം തന്നെ എടുക്കാം മാതാജി. 4-ാമത്തെ അധ്യായം അതീന്ദ്രിയ എടുത്തേ. അതീന്ദ്രിയ ജ്ഞാനം. അതിന്റെ അകത്ത് നിന്ന് തന്നെ നോക്കി നമ്മളത് ഒരു ശ്ലോകത്തെ പറ്റി അത് തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അങ്ങനെ ആ ശ്ലോകമായിട്ട് നമുക്കൊരു ബന്ധമാകും. 2-ാമത്തെ ശ്ലോകത്തിൽ ആദ്യത്തെ
നാലിലൊന്നാമത്തെ ശ്ലോകം. ഒന്നാമത്തെ ശ്ലോകം ശ്രീ ഭഗവാൻ വചന ആരില്ല ശ്ലോകം വായിച്ച്. ഇമം വിവസ്വതേ ഉം. ശാസ്ത്രം ഈ ശാസ്ത്രം അല്ല, അത് പർപ്പട്ട് വായിക്കാനാണ് ആ ഭാഗം. അത് അല്ല, ആ ശ്ലോകം വായിച്ചിട്ട്. ശ്ലോകം ഭഗവാന് വിവസ്വതേ യോഗം പ്രോക്തവാനഹമവ്യം വിവസ്വാൻ ഗുണവേ എന്താണ് അർത്ഥം? ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു. എന്തെങ്ങനെ മനസ്സിലാവുന്നില്ല അത് മനസ്സിലാവണില്ല പ്രഭു. ഒന്നുകൂടെ ഞാൻ വായിക്കാം. പലരും വായിക്കുന്നുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, സനാതനമായ ഈ യോഗത്തെ പണ്ട് ഞാൻ സൂര്യദേവനായ വിവസ്വാൻ ഉപദേശിച്ചു. അന്നത്തെ സൂര്യദേവന്റെ നാമധേയം വിവസ്വാൻ എന്നായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സൂര്യദേവനൊക്കെ പോസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ. ഈ പ്രധാനമന്ത്രി മന്ത്രിമാരും ഒക്കെ 5 വർഷമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ, മുഖ്യമന്ത്രി മന്ത്രിമാരും എന്ന് പറഞ്ഞ പോലെ ഈ സൂര്യന്, ഇന്ദ്രന്, ഇങ്ങനെയുള്ള ദേവന്മാരെല്ലാം ഒരു പോസ്റ്റാണ്, പൊസിഷനാണ് അല്ലേ. അത് കഴിയുമ്പോൾ അത് മാറും. പിന്നെ വരുമ്പോഴും സൂര്യൻ തന്നെ ആയിരിക്കും, പക്ഷെ ആ സൂര്യന്റെ സ്ഥാനത്ത് വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി തന്നെ ആയിരിക്കും, പേര് മാറുമെന്നേ ഉള്ളൂ. അപ്പം അന്നത്തെ സൂര്യദേവൻ വിവസ്വാൻ ആയിരുന്നു അല്ലേ. പിന്നെ വിവസ്വാൻ ആരാണ്? മനുഷ്യവംശപിതാവായ മനുവിനും മനു ഇക്ഷ്വാകുവിനും ഉപദേശിച്ചു. അതാണ് ഓർഡർ. അപ്പൊ വിവസ്വാൻ ആരാണ്? മനുഷ്യ വംശപിതാവായ മനുവിന് മനു പിന്നെ എന്താണ് ഇക്ഷ്വാകുവിന് ഉപദേശിച്ചു. അങ്ങനെ ഈ പരമ്പരാപ്രാപ്തമായ ഈ ജ്ഞാനം, ഈ ഭഗവത്ഗീത എന്ന് പറഞ്ഞ പരമജ്ഞാനം എന്താണ്? ബ്രേക്ക് ആയിപ്പോയി. അത് എന്താണ്? നിലച്ചുപോയി. പരമ്പരകൾ അവസാനിച്ചു. അപ്പൊ ഞാൻ ഇത് വീണ്ടും നിനക്കായി ഉപദേശിക്കുക എന്നാണ് ഭഗവാൻ പിന്നീടുള്ള ശ്ലോകങ്ങളിൽ കൂടെ പറയുന്നത്. ഞാൻ അത് വീണ്ടും നിനക്കായിട്ട് ഉപദേശിക്കുകയാണ്. ഇനി വേറെ എന്തെങ്കിലും? താങ്ക് യു. ഹരേ കൃഷ്ണ. കൃഷ്ണ വരലക്ഷ്മി പരീക്ഷ എഴുതിയായിരുന്നു. ഹരേ കൃഷ്ണ. 25 മാർക്ക്. വരലക്ഷ്മി അവിടെ ഇരുന്ന് എഴുതിയായിരുന്നോ? 25 മാർക്ക്. 25 മാർക്ക്. ഹരിബോൾ. ഹരേ കൃഷ്ണ. വരലക്ഷ്മി ഒന്ന് കാണട്ടെ. ഹരേ കൃഷ്ണ. വരലക്ഷ്മി അവിടെ ഇരുന്ന് എഴുതുന്നുണ്ടായിരുന്നല്ലേ? എല്ലാം അറിയായിരുന്നു. 25 അല്ലേ? തെറ്റിപ്പോയ ഏതൊക്കെയാണ്? അറിയാൻ വയ്യാതെ വന്ന്. രാധാറാണി ജനിച്ച സ്ഥലം, പിന്നെ 1 മുതൽ 11 വരെ എന്നുള്ളത് അത്. ഓക്കെ. അത് മോള് ക്ലാസ്സിലൊന്നും കയറാതെ ഇരുന്നിട്ട് ഇത്ര എഴുതിയല്ലോ, ഇത്രയും മാർക്ക് കിട്ടിയല്ലോ. അകത്തേക്ക് വമിക്കുക അതറിയത്തില്ലായിരുന്നു. അതറിയത്തില്ലായിരുന്നല്ലേ? ഓക്കെ. രേണുക. രേണുക അല്ലേ? അത് തെറ്റിപ്പോയി അല്ലേ? രേവതി ആയിരുന്നു. എഴുതിയ ശാപം കൊടുത്തത് ശ്രീധാമാണ്. അതെ. അപ്പൊ എന്തായാലും അപ്പം തെറ്റിപ്പോയത് അതൊക്കെ മോള് ക്ലാസ്സിലൊന്നും കയറാനില്ല, എന്നാൽ ഇത്രയും എഴുതിയല്ലോ. അതിൽ ഒരുപാട് താങ്ക്സ് മോൾ അവിടെ ഇരുന്നത് കേട്ടതിലും എഴുതിയതിലൊക്കെ. അതുപോലെ തന്നെ അവിടെ ഞാൻ ക്ലാസ്സിൽ വന്നപ്പോൾ കണ്ടായിരുന്നു. ഞാൻ ആദ്യം വരലക്ഷ്മി എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അവിടെ ഇരുന്നപ്പോൾ എല്ലാത്തിനും ആൻസർ പറയുന്ന ഒരു കുട്ടി ഇരുന്ന, അപ്പോഴാണ് എനിക്ക് മനസ്സിലായ കാര്യം. നമ്മൾ ഒരുമിച്ചല്ലല്ലോ വന്നത്. ഞാൻ അത് കാരണം അവിടെ ഇരിപ്പുണ്ടപ്പോൾ ഇത് വരലക്ഷ്മി ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ എല്ലാത്തിൻ്റെ ആൻസർ ഒരാൾ അവിടെ ഇരുന്ന് പലതിൻ്റെയും പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് മനസ്സിലായത്. അപ്പൊ എന്തായാലും അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. ഇത് ഭഗവാനെ പറ്റിയുള്ള ഈ അറിവുകൾ നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും മതിയാവില്ല. നാമമൊക്കെ ജപിക്കുന്നില്ലേ? എത്ര റൗണ്ട് ജപിക്കുന്നുണ്ട്? 5 ജപിക്കുന്നുണ്ട് അല്ലേ? ഹരിബോൾ. അപ്പം നാമമൊക്കെ ജപിക്കുക. ഭഗവാനെ പറ്റി ഭഗവത്ഗീത ഒക്കെ എടുത്ത് വായിക്കുക. 1-2 ശ്ലോകങ്ങളൊക്കെ ഡെയിലി എടുത്ത് വായിക്കാൻ അർത്ഥമൊക്കെ നോക്കുക. അറിയത്തില്ലെങ്കിൽ അമ്മൂമ്മയോട് ചോദിക്കുക. ഓക്കെ. ഹരേ കൃഷ്ണ. താങ്ക് യു മോളെ. അപ്പൊ അങ്ങനെ നമ്മളുടെ ഇന്നത്തെ
ഇത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം വാഞ്ച കൽപ്പതരൂപശ്ച കൃപാസിന്ധുഭയവച്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ അനന്തകോടി വൈഷ്ണവന്തി കി ജയ്. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഭഗവത്ഗീത ശ്ലോകങ്ങൾ തുടരുന്നതാണല്ലോ. ശ്ലോകത്തെ പറ്റി നമ്മൾ മറന്നുപോകും. അത് കഴിഞ്ഞ് പിന്നീട് പിന്നെ അതിൻ്റെ അടുത്ത ക്ലാസ്സിൽ മാതാജി കേട്ടോണം, അല്ലെങ്കിൽ പിന്നീട് അറിഞ്ഞില്ല എന്ന് പറയരുത്. ഞാനെല്ലാം ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അപ്പോൾ ഗ്രൂപ്പിൽ ഒന്ന് നോക്കണം മാതാജി ഒന്ന് ദയവ് ചെയ്ത്. അപ്പം അപ്പൊ ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത് കഴിഞ്ഞ ആഴ്ചത്തെ ആണെന്ന് ഇങ്ങനെയാ നിങ്ങൾ മനസ്സിലാക്കുന്ന എനിക്ക് അറിയത്തില്ല. ബാക്കി ആർക്കും അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായില്ല. ഓക്കെ മാതാജി. അപ്പം എന്ത് ചെയ്യുക, അതിന്റെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും പ്രശ്നോത്തരി തുടരാം. ശ്ലോകം 1 തൊട്ട് തുടങ്ങാം. 1 തൊട്ട് എല്ലാം കുറച്ച് ശ്ലോകം വരെ എടുക്കാം പ്രശ്നോത്തരി. അത് കഴിഞ്ഞിട്ട് തുടരാം വീണ്ടും. അല്ലെങ്കിൽ നമ്മൾക്ക് അങ്ങോട്ട് പോകുമ്പോൾ തോറും മറവിയാകും. പിന്നെ എനിക്കത് ഇടാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ പോകാം. അത് റിവിഷൻ എടുത്ത് തന്നെ പോകാം. ശ്ലോകങ്ങളൊക്കെ അപ്പോൾ അന്നൂടെ നമുക്ക് പരിചയമാകും. ഓക്കെ. ഹരിബോൾ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ.